ദൈവവചന പഠനത്തിന്റെ 18ാമത്തെ ക്ലാസ്സിലേക്ക് നമ്മളൊന്ന് പ്രവേശിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ദൈവത്തിൽ ആശ്രയിച്ച ക്ലാസ്സുകൾ നടത്തപ്പെടുവാൻ കർത്താവ് സഹായിച്ചു. യോഹന്നാൻ എഴുതിയ സുവിശേഷം എന്ന പുസ്തകത്തിന്റെ 4ാമത്തെ അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിലാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചെന്നെത്താൻ കഴിയാത്തത്. ഇതിന്റെ തുടർന്നുള്ള പഠനത്തിലേക്കാണ് ഇന്ന് രാത്രി നമ്മൾ പ്രവേശിക്കുന്നത്. അതിന്റെ 46 മുതൽ 54 വരെയുള്ള സംഭവങ്ങൾ ഒരു സംഭവ കാര്യത്തെ കുറിച്ചുള്ള പശ്ചാത്തല വിവരണമാണ്. യേശുക്രിസ്തു ഗലീലയിലെ കാനാവിൽ ചെയ്ത 1ാമത്തെ അടയാളത്തിന് ശേഷം 2ാമത്തെ അടയാളമായി കർത്താവ് ഖബർനഹൂമിലാണ് ഗലീലയുള്ള ബന്ധത്തിൽ 2ാമത്തെ അടയാളം ചെയ്യുന്നത്. അതിനു മുമ്പ് കർത്താവ് യെരുശലേമിൽ നിരവധി അത്ഭുതങ്ങൾ, അടയാളങ്ങൾ ചെയ്തിരുന്നു. പലരും അവനിൽ വിശ്വസിച്ചിരുന്നു എന്ന് ഒക്കെയും ഇതിനു മുമ്പുള്ള ദൈവ ഭാഗത്ത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ പശ്ചാത്തലം വളരെ കാര്യമായി നമ്മൾ ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ചിന്തിച്ചിരുന്നു. ഇതില് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള ശ്രുതി പരക്കുന്ന ദേശങ്ങളൊക്കെ അവന് വേണ്ടി കാത്തിരിക്കുന്ന, ആവശ്യമുള്ളവരാണ് കാത്തിരിക്കുന്നവര്. എല്ലാവർക്കും ആവശ്യം പല വിധത്തിലാണ്, പലരുടെയും ആവശ്യം പല വിധത്തിലാണ്. ആവശ്യത്തിന്റെ അനുസരിച്ചായിരിക്കും ആശ്രയം. ദൈവത്തിൽ ആശ്രയിക്കുന്നത് നമ്മുടെ ആവശ്യത്തിന്റെ ഗൗരവത അനുസരിച്ചാണ്. അപ്പോൾ ഇവിടെ കാണുന്ന സംഭവം ഒരു സ്വന്തം മകന്റെ മരണത്തോടുള്ള ബന്ധത്തിലുള്ള കാര്യമായതുകൊണ്ട് അവൻ രോഗിയായി മരിക്കുന്ന അവസ്ഥയാകുമ്പോൾ ഒരു പിതാവിനുണ്ടാകുന്ന, അല്ലെങ്കിൽ ആ കുടുംബത്തിനുണ്ടാകുന്ന, പ്രിയപ്പെട്ടവർക്കുണ്ടാകുന്ന വലിയ ദുഃഖവും ഭാരവും എന്തായി തീരുമെന്നുള്ള ആകുലതയും എല്ലാം സമ്മേളിക്കുന്ന ഒരു സന്ദർഭമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. തന്റെ മകൻ മരിച്ചു പോകുമല്ലോ എന്നുള്ള ആ വലിയ വ്യസനത്തിൽ എങ്ങനെ ഒരു മറുപടി കിട്ടും എന്നുള്ള വലിയ താല്പര്യത്തോടെ താൻ കാത്തിരിക്കുകയാണ് യേശുവിന് വേണ്ടി. അപ്പോൾ യേശു ഗലീലയിലെത്തി എന്നുള്ള ശ്രുതി കേട്ടപ്പോൾ തന്നെ ഈ രാജ്യഭൃത്യൻ അദ്ദേഹം യേശുവിന്റെ അടുക്കിലേക്ക് എത്തിച്ചേരാൻ കഴിയാത്തത്. താൻ രാജാവിന്റെ ഭൃത്യനാണ്, താൻ റോമക്കാരനാണെന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടില്ല. ഞാൻ വിശ്വസിക്കുന്ന അദ്ദേഹം ഇസ്രായേലിനോട് ബന്ധപ്പെട്ട ഒരാളായിരിക്കണം. അതുകൊണ്ടാണ് മറ്റുള്ള വ്യത്യസ്തമായിട്ട് ഇദ്ദേഹം യേശുവിന്റെ അടുക്കിലേക്ക് വരാനുള്ളതായിട്ടുള്ള താല്പര്യം പ്രകടിപ്പിച്ചത്. എന്നാൽ ഖബർനഹൂമിലെ ശതാധിപനും മറ്റുള്ളവരെ കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ അവരൊന്നും യേശുവിന്റെ അടുക്കൽ വരാനായിട്ട് താല്പര്യപ്പെട്ടിരുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അത് ഇസ്രായേൽ യഹൂദന്മാരും മറ്റുള്ള ജാതികളുമായിട്ട് ഉള്ള അന്തരം എന്താണെന്ന് അവർക്കറിയാമായിരുന്നു. അതനുസരിച്ചുള്ള ഒരു അകലം അവർ സൂക്ഷിച്ചിരുന്നു. ഏതുമാകട്ടെ, ഈ അദ്ദേഹം യേശുവിന്റെ അടുക്കൽ വന്ന തന്റെ ആവശ്യകത അവനോട് അറിയിക്കാൻ വേണ്ടി വളരെയധികം വേദനയോടെ യേശുവിന്റെ അടുക്കൽ എത്തുകയാണ്. അതിന്റെ 47ാമത്തെ യേശു യഹൂദദേശത്ത് നിന്ന് ഗലീലയിൽ വന്നു എന്ന് അവൻ കേട്ട് അവന്റെ അടുക്കൽ ചെന്നു. തന്റെ മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. അവൻ പറയുകയാണ്, എന്റെ മകൻ മരിക്കാറായിരിക്കുന്നു, അതുകൊണ്ട് നീ വന്ന് അവനെ സൗഖ്യമാക്കണം. അപ്പോൾ ഈ മരിക്കത്തക്ക രോഗമായിരിക്കുന്ന, മരണാസന്നമായിരിക്കുന്ന അവന്റെ അടുക്കൽ യേശു വന്ന ആ സൗഖ്യമുണ്ടാകും എന്നുള്ളൊരു ആന്തരികമായ വിശ്വാസം പ്രിയ പിതാവിനുണ്ടായിരുന്നു, ഹൃദയത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് യേശുവിനെ ഏതെങ്കിലും വിധത്തിൽ തന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുവാൻ താൻ ആഗ്രഹിച്ചാണ് യേശുവിന്റെ അടുക്കൽ വന്നത്. അപ്പോൾ ഈ യേശുവിന്റെ അടുക്കൽ ഇങ്ങനെ വളരെ താല്പര്യത്തോടെ വരുന്നതൊക്കെ മരണാസന്നമായിരിക്കുന്ന
യാതൊരുവിധമായ പ്രതീക്ഷമില്ലാത്ത വിഷയങ്ങളിലാണ് കർത്താവിനെ കാണണം എന്നുള്ള വലിയ ആഗ്രഹം അവർക്കുണ്ടാകുന്നത്. അങ്ങനെ ആരെല്ലാം കണ്ടുമുട്ടിട്ടുണ്ടോ അവിടെ ആരുടെയും ജീവിതത്തിന്റെ പ്രതിസന്ധികൾ, വിഷമഘട്ടത്തെ പരിഹരിക്കാതെ പോയിട്ടില്ല എന്നുള്ളതും ഇന്ന് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കർത്താവിന്റെ അടുക്കൽ വരുന്നവരെ ദൈവം ഒരു നാളും തള്ളിക്കളഞ്ഞിട്ടില്ല. വേദനയോടെ ദൈവത്തിനടുത്ത് വരുമ്പോൾ ദൈവം അന്നേരം കണ്ടീഷൻസ് ഒന്നും വെക്കുന്നില്ല. എന്നെ വിശ്വസിക്കുമെന്നോ, നീ എന്റെ പിന്നാലെ വരുമെന്നോ, നീ സഭയ്ക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുമെന്നോ, അല്ലെങ്കിൽ അങ്ങനെ ഒരു കണ്ടീഷനും ദൈവം വെച്ചിട്ടില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്രിസ്തു മുഖാന്തരമുള്ള സൗഖ്യം അത് അൺകണ്ടീഷനാണ്. അതിന് ദൈവം ഒരിക്കലും ഇന്നത് ചെയ്താൽ നിനക്ക് ഇന്നത് ചെയ്യാമെന്ന് കഥ പറയത്തില്ല. തന്നോട് യാചിക്കുന്ന ഏവർക്കും അവൻ കൊടുക്കുവാൻ സമ്പന്നനാകും. രോഗസൗഖ്യവും മറ്റു കാര്യങ്ങളൊക്കെ അത് ദൈവസേന ആര് കരഞ്ഞ് പ്രാർത്ഥനയെടുത്ത് കഴിഞ്ഞ് ഭാവിപ്പാനായിട്ട്. പക്ഷെ എന്നാൽ ആത്മാവിന്റെ രക്ഷയ്ക്ക് സൗജന്യമാണെങ്കിൽ അതിന് കണ്ടീഷനുണ്ട്. അത് വചനപരമായിട്ട് അടിസ്ഥാനത്തിൽ ചെയ്യും. അത്ഭുത അടയാളങ്ങളും ചെയ്യുന്നതിന്റെ അകത്ത് കർത്താവ് അവന്റെ മുൻപുള്ള ചരിത്രമോ പിന്നെ വരാൻ പോകുന്ന ചരിത്രത്തെ കുറിച്ചൊന്നും കർത്താവ് ചോദിക്കത്തില്ല. അവന്റെ ആ ആവശ്യകത കാണുമ്പോൾ മനസ്സലിയുന്നവനാണ് കർത്താവ്. അത്ര എമർജൻസിയിൽ ഒരുവൻ വരുമ്പോൾ, ഗുരുതരമായിരിക്കുന്ന ഒരു വിഷയമായിട്ട് ദൈവം വരുമ്പോൾ കർത്താവ് ഒന്നും തന്നെ അവിടെ ചോദിക്കാതെ വിഷയം പരിഹരിക്കാൻ വേണ്ടി കർത്താവ് അപ്പോൾ തന്നെ വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. നമുക്ക് വിവിധ അടയാളങ്ങൾ കാണുമ്പോൾ കാണാൻ സാധിക്കില്ല. നൈനിലെ വിധവയുടെ മകനെ കൊണ്ടുപോകുമ്പോൾ കർത്താവ് അവിടെ കണ്ടീഷൻ ഒന്നും ചോദിച്ചില്ല. അവിടെ എന്തായിരുന്നു അതിന്റെ പശ്ചാത്തലം നോക്കാൻ അവിടെ കണ്ണുനീര് കണ്ടപ്പോൾ മനസ്സലിഞ്ഞവനാണ് കർത്താവ്. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, നമ്മുടെ കർത്താവ് പ്രവർത്തിക്കുന്നത് നമ്മുടെ തകർച്ചയിലാണ്. യേശു കണ്ടു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അവന് മനസ്സ് അലിവുണ്ടാകും. യേശു ക്രിസ്തുവിന് മനസ്സലിവുണ്ടായി കഴിഞ്ഞാൽ ഓരോ സ്റ്റെപ്പ് പോലും അവിടെ മുമ്പോട്ട് മാറത്തിലാണ്, അവിടെ തന്നെ നിൽക്കും. രാത്രിയിലും നമ്മുടെ ഏത് പ്രശ്നമാണെങ്കിലും തകർന്ന മനസ്സോടെ ആയിരിക്കുന്നെങ്കിൽ നമ്മളെ കാണുന്ന കർത്താവ് അത് പരിഹരിക്കാതെ അവനൊരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കില്ല. ദൈവത്തിന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതായി ഞാൻ ദൈവത്തിന്റെ തകർന്നും നുറുങ്ങി മരിക്കുന്ന യഹോവ സമീപസ്ഥൻ എന്ന് പറഞ്ഞിരിക്കുന്ന വചനമാണ് ഇത്ര സന്ദർഭങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. തകർന്ന് നുറുങ്ങിയിരിക്കുന്നവർക്ക് യഹോവ സമീപസ്ഥൻ. ദൈവം സമീപസ്ഥനായി കഴിഞ്ഞാൽ അവൻ പിന്നെ ഒരു സ്റ്റെപ്പ് പോലും മുമ്പോട്ട് വെക്കത്തില്ല. നമുക്കത് പല കാര്യങ്ങളും അത്ഭുതം കാണുമ്പോൾ യേശു നിന്നതാണ്. അവിടുന്ന് പിന്നെ മുമ്പോട്ട് അവൻ പോകത്തില്ല. അതാണ് കർത്താവിനെ പിടിച്ചു നിർത്തുന്ന മനുഷ്യന്റെ വേദനയും അവന്റെ തകർച്ചയും കാണുമ്പോൾ യേശു നിൽക്കും. അവൻ നമ്മോട് ചോദിക്കും, എന്താണ് ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത്? ഇവിടെ യേശുവിന്റെ അടുക്കൽ വന്ന് അപേക്ഷിക്കുകയാണ്. അവൻ വന്ന് അവനെ സൗഖ്യമാക്കണമെന്ന് അപേക്ഷിച്ചു. യേശുവിനോട് നിങ്ങൾ അടയാളങ്ങളും അത്ഭുതങ്ങൾ കണ്ടിട്ടില്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. ഇവന്റെ അപ്രോച്ച് വാസ്തവത്തിൽ മറ്റുള്ളവരൊക്കെ ചെയ്യുന്ന പോലെയല്ല. മറ്റുള്ളവരെന്ന് പറഞ്ഞാൽ വന്ന് നമസ്കരിക്കും, കാറ്റിൽ വീണ് കിടക്കുകയും വന്നപ്പോൾ ആ രാജഭൃത്യൻ എന്നുള്ള ഒരു നിലവാരത്തിലാണ് വന്ന് അടുത്തത്. യേശുവോട് പറയാണ്, നീ വന്ന് ഞങ്ങളെ ഒന്ന് സൗഖ്യമാക്കണം. അപ്പൊ അവന്റെ ആവശ്യകതയുണ്ട്, തകർന്ന ഹൃദയമുണ്ട്. അതോടൊപ്പം തന്നെ ഇവനിൽ ഒരുപാട് ചിന്തയുമുണ്ട്. കാരണം കർത്താവിന്റെ പ്രവൃത്തി തുടങ്ങുന്ന സമയമാണ്. നമ്മൾ പറഞ്ഞല്ലോ, നമുക്കറിയാമല്ലോ, ഈ പ്രവൃത്തികൾ തുടങ്ങുന്ന സമയത്ത് എല്ലാവരും ഒന്നും വിശ്വസിക്കുന്നൊന്നുമില്ല. എന്നാൽ പിന്നീട് നമുക്ക് കാണാൻ സാധിക്കുന്നത് യേശുവിലുള്ള വിശ്വാസം വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ ഒരു ആദ്യത്തെ അടയാളം കണ്ടതിന് ശേഷമായി ഗലീലയിൽ രണ്ടാമത്തെ അടയാളം നടക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വരുമ്പോൾ അത്രമാത്രം വിശ്വാസത്തോടെ അല്ല ഇവൻ വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവിനെ കൂടെ കൊണ്ടുപോകണം, അവന്റെ വീട്ടിൽ ചെല്ലണം എന്നുള്ള നിർബന്ധത്തോട് കർത്താവിന്റെ അടുക്കൽ വന്നത്. എന്നാൽ
മനുഷ്യന്റെ ചിന്തയ്ക്കും നിരൂപണങ്ങൾക്കും വിരുദ്ധമായിട്ടാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം, കർത്താവിനെ കൊണ്ടുപോകണമെന്ന് വെച്ചാൽ കർത്താവ് പറയാൻ വേണ്ട, എന്റെ വാക്ക് മതി, സൗഖ്യമാക്കാം. എന്നാൽ ശതാദേവിന്റെ ഒക്കെ വീടോട്ട് ചെല്ലാൻ കർത്താവ് പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞപ്പോ പറഞ്ഞു, കർത്താവെ ഞാൻ യോഗ്യനെന്ന് പറഞ്ഞ് അങ്ങോട്ട് ചെല്ലുകയാണ്. അത് മനുഷ്യ നിരൂപണങ്ങളുടെ എന്താണ് മനുഷ്യ നിരൂപണങ്ങൾ വെളിപ്പെടുത്താൻ വേണ്ടിയാണ് ഇങ്ങനെ ഇത്തരം സന്ദർഭങ്ങളിലാണ് നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ അടയാളങ്ങളും അത്ഭുതങ്ങളുടെ സന്ദർഭം ഒരുപോലെയല്ല, എല്ലാ ഇടപെടലുകളും ഒരുപോലെയല്ല. ഓരോന്നിനും ഓരോ പശ്ചാത്തലങ്ങളുണ്ട്. അതനുസരിച്ചാണ് കർത്താവ് പ്രവർത്തിക്കുന്നത്. ഇവിടെ ഇവന്റെ ആവശ്യകത പറഞ്ഞ് മകൻ മരിപ്പാറായിരിക്കൊണ്ട് അവൻ വന്ന് അവനെ സൗഖ്യമാക്കണം എന്ന് അപേക്ഷിച്ചു. യേശുവിനോട് നിങ്ങൾ അടയാളം അത്ഭുതം കണ്ടിട്ടല്ലാതെ വിശ്വസിക്കുകയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഇവന് ഈ യേശു കൂടെ വന്ന് അത് വന്നെങ്കിൽ മാത്രമേ സൗഖ്യമാകുകയുള്ളൂ എന്നുള്ള ഒരു ചിന്താഗതി ഇവന്റെ മനസ്സുണ്ടായിരുന്നു. പ്രധാനം എങ്ങനെയും കൊണ്ടുപോകും, യേശുവോട് വരണം, യേശു വന്നാൽ അത് സാധിക്കും, അതിനെ സാധിക്കുമെന്നുള്ളൊരു ഒരു വിശ്വാസം അവന്റെ ഉള്ളിലുണ്ട്. പക്ഷെ അത് പൂർണ്ണമായിട്ടുള്ളതല്ല. അപ്പോൾ രാജപുത്രനോട് കർത്താവെ പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറയും. ഇവന്റെ ഉള്ളിനെ കണ്ടറിഞ്ഞ് കർത്താവ് സംസാരിക്കുക. പിന്നെ കർത്താവിന്റെ കണ്ടീഷൻ, പ്രസ്താവിതമായ കണ്ടീഷൻ ഒന്നും വെക്കത്തില്ല. പ്രത്യേകിച്ച് വളരെ ഗുരുതരമായിരിക്കുന്ന വിഷയമായിട്ട് വരുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് കർത്താവ് എന്റെ മകനെ സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞാൽ മതി. വന്ന് എന്നുള്ള കണ്ടീഷനൊക്കെ മനുഷ്യൻ അങ്ങോട്ട് വെക്കുക. പക്ഷെ കർത്താവ് അതിനെ മാറ്റുകയാണ്. നമ്മളല്ല വ്യവസ്ഥയിൽ നിന്ന് വെക്കേണ്ടത്. കർത്താവ് ഇങ്ങനെ ചെയ്യണം, അങ്ങനെ ചെയ്യണം എന്നൊക്കെ നമ്മൾ പറയേണ്ട ആവശ്യം, നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി. കർത്താവ് എന്നതാണ് എന്റെ ആവശ്യം, നീ അത് മനസ്സറിയണം, എന്നെ വിടിവിക്കണം, എന്നെ സൗഖ്യമാക്കണം. നമ്മളൊക്കെ പലപ്പോഴും കർത്താവ് ഇന്നപോലെ അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ സ്കെച്ചും റൂട്ടും ഒക്കെ പറഞ്ഞു കൊടുത്തിട്ടാ പ്രാർത്ഥിക്കുന്നത്. കർത്താവ് പറയട്ടെ, നിന്റെ സ്കെച്ചും പ്ലാനും ഒന്നും എനിക്ക് വേണ്ട, എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. അപ്പം ഇവന്റെ കണക്കൂട്ടില് വല്ലാത്ത ഭാരത്തിലാണ് നിൽക്കുന്നത്. ഏതെങ്കിലും വിധത്തിൽ യേശുവിനെ കൊണ്ടുപോകണം എന്നുള്ള താല്പര്യത്തോടു കൂടിയാണ് നിൽക്കുന്നത്. അവന്റെ ഹൃദയത്തെ ദൈവം നേരത്തെ വരുന്നതിന് മുമ്പ് ഇവന്റെ കുടുംബത്തെ കുറിച്ചും ഈ മരിക്കാതായി കിടക്കുന്ന കൊച്ചിനെയൊക്കെ യേശു കണ്ടു. കാരണം ശിക്ഷതാവല്ലേ, അവനറിയാത്തൊന്നും ഇല്ലല്ലോ. അതുകൊണ്ട് നമ്മളെ നന്നായി അറിയുന്ന ദൈവം അവന്റെ മുമ്പിലാണ് ഞാനും ഞങ്ങളും പ്രാർത്ഥിക്കുന്നത്, ആരാധിക്കുന്നത്, വചനം കേൾക്കുന്നത്. അവന് നമ്മെ നന്നായി അറിയാം. നമ്മ ആരാണെന്ന് കർത്താവിനറിയാം. നീ രാജ്യഭക്തനാണെന്നും നിന്റെ ജോലി ഇന്നതാണെന്നും നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നും നിന്റെ മകന്റെ കണ്ടീഷൻ എന്താണെന്നും സ്ഥിതി എന്താണെന്നും ഒക്കെ നന്നായി അറിയുന്ന, ഉൾഭൂവുകളെ ആരാഞ്ഞറിയുന്നവനാണ് നമ്മുടെ കർത്താവ്. അവന്റെ അടുത്ത് നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട ഇങ്ങനെ ചെയ്യണമെന്ന്. നമ്മുടെ ആവശ്യം പറഞ്ഞാൽ മതി, നിശ്ചയമായിട്ടും അതെങ്ങനെ ചെയ്യണം എന്നുള്ളത് കർത്താവ് ചെയ്തു കൊടുക്കും. അപ്പോൾ കർത്താവ് പൈതൽ മരിക്കും മുമ്പേ വരണമേ എന്ന് പറഞ്ഞു. ഇവൻ വളരെയധികം യേശുവിനെ നിർബന്ധിക്കുകയാണ് അവന്റെ വീട്ടിലോട്ട് യേശു ചെല്ലാൻ വേണ്ടി. അപ്പോൾ കർത്താവിനെ കുറിച്ചുള്ള ഒരു കാഴ്ചപ്പാട് അവൻ അത്രേ കിട്ടിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, വലിയ വലിയ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഒന്ന് കാണാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. ഈ ഒരു അവരെ ഒന്ന് കാണണം, എത്ര ബുദ്ധിമുട്ടുണ്ട്, പ്രയാസമുണ്ട്. നമ്മുടെ കർത്താവ് എത്ര സൗമ്യനായി ശാന്തനായി എല്ലാവർക്കും അടുത്ത് വരത്തക്കവണ്ണം യേശു സാധാരണക്കാരോട് നിൽക്കൊണ്ടിടയത്ത്. ദൈവമായ കർത്താവ് ഒരു പ്രത്യേകതയും വെക്കാതെ ഇന്ന് രാത്രിയിലും നമ്മുടെ മധ്യമുണ്ട്. അതെ, വലിയ ആൾക്കാരെ കാണാനും ഒരു അപ്പോയിന്റ്മെന്റ് എടുക്കാനും, എന്തിനേറെ പറയുന്നു, നമുക്കൊരു ഹോസ്പിറ്റലോ മറ്റു ആവശ്യങ്ങളൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ എന്ത് കഷ്ടപ്പാടാണ്, എന്ത് പ്രയാസങ്ങളാണ്. അവരുടെ സമയത്തിന് നമ്മൾ നിൽക്കണം, നമ്മുടെ സമയത്തിന് പറ്റത്തില്ല. എന്നാൽ സർവശക്തനായ ദൈവത്തിന്റെ മുമ്പിൽ നാം പ്രത്യേകിച്ച് അപ്പോയിന്റ്മെന്റ് എടുക്കേണ്ടതുണ്ട്. രാത്രി എന്റെ ദൈവത്തോട് സംസാരിക്കുക. എനിക്ക് അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല.
അവന്റെ അടുത്ത് വന്നാൽ നിശ്ചയമായിട്ടും ആ കാര്യം പരിഹരിക്കും. രാത്രിയിൽ ഈ രാജഭൃത്യൻ വന്ന യേശു വന്നത് കണ്ടപ്പോൾ യേശുവിന്റെ അടുക്കിലെത്തി. ലോകത്തിൽ മനുഷ്യർക്ക് അതൊക്കെ ആവശ്യമാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇപ്പം വെളിയിറങ്ങി, കാരണം അവർക്കൊക്കെ ട്രീറ്റ്മെന്റ് അവരുടേതായിട്ടുള്ള സ്ഥലങ്ങൾ, സാഹചര്യങ്ങൾ എത്തിയാലേ പറ്റുള്ളൂ. എന്നാൽ യേശുവിന് അങ്ങനെ പ്രത്യേകം ഒരു അപ്പോയിന്റ്മെന്റ് എടുത്തൊരു സ്ഥലത്ത് നിൽക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഏതൊരു കർത്താവ് ചെയ്തിട്ടുണ്ട്. കർത്താവിന് വാക്കുകൊണ്ട് സൗഖ്യമാക്കുവാൻ കഴിയും. എന്നാൽ ചില സ്ഥലങ്ങളിൽ കർത്താവ് പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പദവിക്കുട്ടന്റെ കണ്ണിൽ ദൈവം മണ്ണ് കുഴച്ച് തേച്ച് പോയി കഴുകാൻ പറഞ്ഞു. അപ്പോൾ ഇവിടെ യേശു കർത്താവ് അവനോട് അവന്റെ സാഹചര്യങ്ങളെ കണ്ടിട്ട് ഇവന്റെ ആവശ്യകത യേശു അവന്റെ വീട്ടിലെത്തണം. ഈ സമയം ചെല്ലുന്തോറും ഇവന്റെ ഉള്ളിൽ ഭീതി കൂടി, താമസിക്കും തോറും വളരെ പ്രയാസം, വളരെ വിഷമം അനുഭവിക്കുക, മരിച്ചു പോകും എന്നുള്ള ഭീതി അവനുണ്ടാകുക. നീ ആരുടെ അടുക്കലാണ് നിൽക്കുന്നത്? നിങ്ങളും ആരുടെ അടുക്കലാണ് നിൽക്കുന്നത്? നമ്മൾ ഭയപ്പെടുന്ന ഒന്നും സംഭവിക്കുവാൻ ദൈവം അനുവദിക്കില്ല. സാക്ഷാൽ ജീവനായിരിക്കുന്ന ദൈവത്തിന്റെ അടുക്കൽ നമ്മുടെ ആവശ്യങ്ങൾ എത്തിക്കഴിഞ്ഞാൽ നാം ആ വിഷയത്തെ ഓർത്ത് ഗുരുതരമായി തീരുമോ, കൈവിടപ്പെട്ടു പോകുമോ എന്നൊക്കെയുള്ള ചിന്തയും ഭാരത്തോടെ നിൽക്കുന്നത്. ഭയമുണ്ടെങ്കിൽ യേശുവിന്റെ സാന്നിധ്യം നമ്മുടെ ഭയത്തെ മാറ്റി ധൈര്യം പകരുന്നതാണ്. അതെ, ക്രിസ്തു യേശുവിന്റെ സാന്നിധ്യം, അവന്റെ വചനത്തിന്റെ സാന്നിധ്യം, ആ പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം നമ്മുടെ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ അന്തരം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഭീതി വർദ്ധിച്ചു വരാതെ ദൈവം അതിനെ എന്ത് ചെയ്യും? ആ ഭീതിയെ മാറ്റത്തക്കവണ്ണം ദൈവം ഇടപെടും. ഈ രാജഭൃത്യന്റെ ഭീതി വർദ്ധിക്കുക. യേശുവിനെ കണ്ടു, സംസാരിച്ചു. അപ്പോൾ അവൻ വിചാരിച്ചത് ഇപ്പോൾ ഉടനെ തന്നെ കർത്താവ് അവന്റെ കൂടെ വരും എന്നുള്ളൊരു ചിന്തയോടുകൂടി നിൽക്കുമ്പോൾ കർത്താവ് നിന്നടുത്ത് നിൽക്കുക, ദൈവം മൂവ് ചെയ്യുന്നില്ല. ഇവിടെ കർത്താവ് അവിടെ അവന്റെ പ്രയാസം കാണുന്നുണ്ട്. പിന്നെ ആ ഭയം വല്ലാതെ ഇവന്റിൽ വല്ലാതെ വർദ്ധിച്ചു വന്നു കഴിഞ്ഞപ്പോ യേശു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. എങ്ങനെയാണ് നിന്നിരുന്നത്? കർത്താവിനെ കൊണ്ടുപോകണം എന്നുള്ള തീരുമാനത്തോടെ നിന്നത്. കർത്താവ് പറഞ്ഞു, ഞാൻ വരേണ്ട ആവശ്യമില്ല. ഒറ്റ വാക്ക് കർത്താവ് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കണം. നീ മരിക്കും എന്നുള്ള ഭയത്തിന്റെ വാക്കുകളാണ് പറയുന്നത്. നിന്റെ ഭീതി അതാണ്, നിന്റെ ഇപ്പോൾ ചിന്ത അത് മാത്രമേ ഉള്ളൂ. മറ്റെല്ലാം നീ മറന്നു. കാരണം നിനക്ക് അതിനേക്കാൾ മറ്റൊന്നും ഓർക്കാൻ കഴിയത്തില്ല. ആ ഭയം അവനെ വല്ലാതെ ഗ്രസിച്ചിരിക്കുക. അയ്യോ, എന്റെ മകൻ മരിച്ചു പോകുമോ എന്നുള്ള ഭയം അവനെ ഗ്രസിച്ചിരിക്കുമ്പോ അവന്റെ ഉള്ളറിഞ്ഞുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശുവിന്റെ ഈ വാക്ക് അവന്റെ ഉള്ളിൽ എത്തിയപ്പോൾ അതുവരെ അവനെ ഭരിച്ചുകൊണ്ടിരുന്ന ഭയത്തിന്റെ ആത്മാവനെ വിട്ടുമാറുവാൻ ഇടയാത്തി. രാത്രിയിൽ ഭയത്തിന്റെ ആത്മാവിലായിരിക്കുന്ന ചിലരോട് ദൈവാത്മാവ് സംസാരിക്കുക. എന്തും ഏതും കാണുമ്പോൾ അത് എല്ലാം നമുക്ക് പ്രതികൂലമായി തീരുമോ എന്നുള്ള ഒരു വല്ലാതെ ഭയം ഗ്രസിച്ച് വല്ലാത്തൊരവസ്ഥയിലായിരിക്കുന്ന ജീവിതമോട് കർത്താവിന്റെ ആത്മാവ് പറയുക, ഉള്ളറിഞ്ഞ് കർത്താവ് പറയുക. കർത്താവ് പറഞ്ഞു, നിന്റെ ഭയം ഇപ്പോൾ മരണഭീതിയാ, മൃത്യുഭീതിയാ. മരണത്തിന്റെ ഭയം നിന്നെ പിടിച്ചിരിക്കുക. നിന്റെ മകൻ മരിക്കും എന്നുള്ള ഭീതി നിന്നെ പിടിച്ചിരിക്കുക. ഞാൻ വന്നത് ഈ മൃത്യുഭീതി നീക്കാൻ വേണ്ടിയാ വന്നത്. അതാണ് കർത്താവ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. എബ്രായത്തിൽ പറഞ്ഞിട്ടുണ്ട്, മരണത്തിന്റെ ഭീതിയിൽ നിന്ന് നമ്മെ എന്ത് ചെയ്തു? നമ്മെ വിടുവിച്ചു. അപ്പോൾ എബ്രായർക്കെതിരെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്,
മരണത്തിന്റെ പിടിയിൽ നിന്ന് രക്ഷകനായിരിക്കുന്ന യേശു വിടിവിച്ചു എന്നുള്ളതാണ് അവിടെ എബ്രായലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നെങ്കിൽ, ഇവിടെ ശാരീരികമായിരിക്കുന്ന മരണം, ലോകപരമായിട്ടുള്ള ജഡമരണത്തോടുള്ള ഭയത്തോടെ നിൽക്കുമ്പോൾ കർത്താവ് വന്നിരിക്കുന്നത് സകല ഭയത്തിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയാണ് വന്നിരിക്കുന്നത്. നമ്മുടെ സകല ഭയങ്ങളിൽ നിന്ന് വിടിവിക്കുന്നവൻ. സകല ഭയങ്ങളിൽ നിന്നും കർത്താവ് നമ്മളെ വിടിവിക്കും. അപ്പോൾ ഇവിടെ എബ്രായലേഖനം 2-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം, ഞാൻ നിന്നെ സ്തുതിക്കും എന്നും ഞാൻ അവരിൽ ആശ്രയിക്കുമെന്നും ഇതാ ഞാനും ദൈവം എനിക്ക് തന്ന മക്കളും എന്ന് പറയുന്നു. മക്കൾ ജഡരക്തമോട് കൂടിയവരാകൊണ്ട് അവനും അവരെ പോലെ ജഡരക്തമോട് കൂടിയവനായി മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിൽ അടിമകളായിരുന്നവരൊക്കെയും വിടിവിച്ചു. അപ്പോൾ പിശാചിനെ, മരണത്തിന്റെ അധികാരിയായ പിശാചിനെ തന്റെ മരണത്താൽ നീക്കി ജീവപര്യന്തം മരണഭീതിയിലായിരുന്നവരൊക്കെയും വിടിവിച്ചു. അപ്പോൾ യേശുക്രിസ്തു ലോകത്തിൽ വന്ന് നമ്മെ പോലെ ഭൂമിയിൽ വന്ന് മരിക്കാൻ കാരണമാക്കുന്നത്, മരിച്ചത് ആ നിത്യമരണത്തിന്റെ ഭീതിയിൽ നിന്ന് വിടിവിക്കാൻ വേണ്ടിയാണ്. മനുഷ്യനിൽ മരണമുണ്ടായത്, മരണത്തിന്റെ ആരംഭമിട്ടത് സാത്താനിലാണ്. അപ്പോൾ അത് നമുക്ക് ഏദൻ തോട്ടം മുതൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഏദനിൽ ആത്മമരണം സംഭവിച്ചു, ജഡമരണം, ഇങ്ങനെ മരണത്തിന്റെ നിത്യമരണത്തിലേക്കൊക്കെ നീക്കുന്നത്. മരണം എന്നുള്ളത് സാത്താനികമാണ്. അതിന്റെ ഉറവിടം, അത് ആരംഭിച്ചിരിക്കുന്നത് സാത്താനികമാണ്. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് നിത്യമരണത്തിനുള്ള വിടുതലുള്ള ബന്ധം, നിത്യമരണത്തിനുള്ള വിടുതൽ കർത്താവ് കൊടുക്കുന്നത് അവന്റെ ജഡമരണത്തിന് ശേഷമാണ്. യേശു ജഡത്തിൽ മരിച്ച ശേഷമാണ് നിത്യമരണത്തിനുള്ള വിടുതൽ കർത്താവ് ലോകത്തിന് പ്രദാനം ചെയ്തു. ഇവിടെയുള്ള സംഭവം, ഈ മകൻ മരിക്കുമോ എന്നുള്ള ജഡമരണത്തിന്റെ ഭീതിയിലായിരുന്നു ഈ പിതാവ്. ലോകത്തുനിന്ന് മാറ്റപ്പെടുന്നുള്ള ഭീതിയിലായിരുന്നു. ആ മരണഭീതി അത് സാധാനികമാണ്. മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചത് മരണത്തിന് വേണ്ടിയായിരുന്നില്ല. പാപം മുഖാന്തരമാണ് മനുഷ്യനിൽ ആത്മമരണവും ജഡമരണവും ഒക്കെ ഉണ്ടായത്. എന്നാൽ മരണത്തെ നീക്കാൻ വേണ്ടി പ്രത്യക്ഷനായ യേശു സകല മരണത്തെയും നീക്കുവാൻ അവൻ മതിയായവനാണ്. ജഡമരണത്തെ നീക്കുവാൻ, നിത്യമരണത്തെ മാറ്റുവാൻ യേശുവിന് കഴിയും. അതുപോലെ മരണഭീതിയിലായിരുന്നവരെയൊക്കെയും യേശു വിടിവിച്ചു. മരണഭീതിയിലായിരുന്ന ആ കുടുംബത്തിന്റെ ആ വലിയ പ്രയാസ ഘട്ടത്തിൽ നിന്ന് ജീവനായിരിക്കുന്ന യേശുവിന്റെ വാക്ക് ആ കുടുംബത്തിന്, ആ പ്രിയപ്പെട്ടവർക്ക് വലിയ വിടുതലായി തീരുവാൻ ഇടയാക്കും. യേശു ഒരൊറ്റ വാക്ക് പറഞ്ഞപ്പോൾ, യേശു പറഞ്ഞ വാക്ക് ഇത് മാത്രമേ ഉള്ളൂ. മനുഷ്യൻ എന്താ പറഞ്ഞത്? നിന്റെ മകൻ ജീവിച്ചിരിക്കും. കനാവിലെ കല്യാണത്തിലും യേശു ഒന്നും അധികം സംസാരിച്ചില്ല. വെള്ളം കോരി നിറയ്ക്കാൻ പറഞ്ഞു, കൊണ്ടുപോയി വിരുന്നുവാഴിക്ക് കൊണ്ട് കൊടുക്കാനും പറഞ്ഞു. ഇത്ര പറഞ്ഞുള്ളൂ. ആ വെള്ളം വീഞ്ഞായി. അതിനടുത്ത് ആ സംഭവം നടന്ന ആ വെള്ളം കോരിയ ആ കിണറും കൽപാത്രങ്ങളൊക്കെ അവിടെ തന്നെ കൊണ്ടുപോട്ടോ. ഇത് സംഭവിച്ചത് അത് നടന്നുമായില്ല. യേശു കനാവിലെ കല്യാണത്തിൽ പോയി അത്ഭുതം നടത്തിയ വീട് അധികം ദൂരമല്ല. അവിടെ ആ കൽപാത്രങ്ങൾ ഇപ്പോഴും അടുത്ത സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ടെങ്കിലും അത് ഇന്നും സജീവമാണ്. അന്നും അത് സജീവമായിരുന്നു. യേശു സംസാരിച്ച സമയത്തും കൽപാത്രങ്ങൾ സജീവമായിരുന്നു. അത് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. ആ കോരിയ വെള്ളം അത് വീഞ്ഞായി മാറ്റപ്പെട്ടപ്പോൾ, ഞാൻ പറഞ്ഞത് കർത്താവ് സംസാരിച്ച ആ ഒന്നാമത്തെ അടയാളം നടത്തിയ സ്ഥലം ഇതും തമ്മിൽ ദൂരമൊന്നുമില്ല, ഗലീലയിലാണ്. അപ്പോൾ ഇവിടെയും കർത്താവ് ഒറ്റ വാക്കേ പറഞ്ഞുള്ളൂ, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഈ ഒരു ഒറ്റ വാക്കിൽ അതവന്റെ ഉള്ളിലേക്ക് ഒരു ആശ്വാസത്തിന്റെ മഴയായി അവരിപ്പനിടയത്ത്. യേശുവിന്റെ വാക്കുകൾ നമ്മുടെ എത്ര കലങ്ങി മറിഞ്ഞ അന്തരീക്ഷത്തിലാണെങ്കിലും അവന്റെ ദിവ്യ ശബ്ദം കേൾക്കാൻ ഇടയായാൽ നമ്മുടെ ജീവിതത്തിന്റെ അവിശ്വാസം ഭീതി വിട്ടു മാറും. അതുവരെയും അവിശ്വാസമായിരുന്നു,
നടക്കുമോ നടക്കില്ലയോ, യേശു വരുമോ വരികയില്ലയോ, എന്റെ മകൻ മരിച്ചു പോകുമോ എന്നൊക്കെയുള്ള ഒരുപാട് ആകുല ചിന്തകളുമായിട്ട് ഇരിക്കുന്ന ആ രാജ്യപുത്രൻ മാത്രമല്ല, ഇവിടെ അവൻ മാത്രമല്ല, അവന്റെ കുടുംബം, അവന്റെ ദാസന്മാർ എല്ലാവരും വളരെയധികം ആകുലതയിൽ ആയിരിക്കുന്ന ഒരു കുടുംബ പശ്ചാത്തലം, ഒരു സന്ദർഭമാണ് ഇത് കാണുന്നത്. ഇവിടെ ഒരു വ്യക്തി മാത്രമേ ഉള്ളൂ, പക്ഷെ നമുക്ക് കാണേണ്ടത് അവനെ പ്രതിനിധീകരിക്കുന്ന ഒരു കുടുംബം, അവൻ ഉൾപ്പെട്ട് നിൽക്കുന്ന ഒരു സമൂഹം എല്ലാം വളരെ വേദനയിൽ ആയിരിക്കുക. എന്ത് സംഭവിക്കുമെന്നുള്ള വല്ലാത്ത വേദനയിലായിരിക്കും. ആ സന്ദർഭത്തിലാണ് കർത്താവിന്റെ ഒരൊറ്റ വാക്ക്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നത്. രാത്രിയിൽ ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളുമായിട്ട് നടക്കുമോ നടക്കുകയില്ലയോ, ഞാൻ പ്രാർത്ഥിച്ച വിഷയം പരിഹരിക്കപ്പെടുമോ, യേശു എന്നോട് കൂടെ വരുമോ, ആ വിഷയം പരിഹരിക്കപ്പെടുമോ എന്നുള്ള ഒരുപാട് ചിന്തകളുമായി ഭീതിയിലായിരിക്കുന്ന ജീവിതമേ, യേശു രാത്രി സംസാരിക്കുക. ഞാൻ നിന്റെ ഭീതി മാറ്റാൻ വേണ്ടിയാ, നിന്നെ ധൈര്യപ്പെടുത്താൻ വേണ്ടിയാ, നിന്നെ ആശ്വസിപ്പിക്കാൻ വേണ്ടിയാ ഞാൻ സംസാരിക്കുന്നത്. യേശുവിനോട് നീ എന്റെ അടുക്കൽ വന്നത് പല ചിന്തകളായിട്ടാണ് വന്നിരിക്കുന്നത്. നീ മാത്രമല്ല, നീ ഉൾപ്പെട്ട് നിൽക്കുന്ന കുടുംബം എല്ലാം വളരെ പ്രതിസന്ധിയിലാണ്. എന്നാൽ ക്രിസ്തുവിന്റെ അടുക്കൽ വന്ന് അവന്റെ സാന്ത്വന ശബ്ദം അവൻ കേട്ട് കഴിഞ്ഞപ്പോ അവന്റെ ഉള്ളിലേക്ക് ഒരു കുളിർമഴയായി ആ വാക്ക് വീണതുപോലെ ഇന്ന് രാത്രിയിൽ അനേകരുടെ ഹൃദയങ്ങളിലേക്ക് യേശുവിന്റെ ആശ്വാസത്തിന്റെ വാക്കുകൾ എത്തുകയാണ്. അതെ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഏത് വിഷയമാണെങ്കിലും ഇന്ന് രാത്രി അത് മാറ്റുവാൻ ദൈവശക്തനാണ്. അത് നമ്മുടെ ഇളക്കുന്ന ഒരുപാട് ചിന്തകളുണ്ട്, ഭാരങ്ങളുണ്ട്, നടക്കുകയില്ലെന്ന്, അത് സാധിക്കുകയില്ല എന്നൊക്കെ നമ്മുടെ ഉള്ളിൽ ഭയം ചൊലുത്തി നിരാശപ്പെടുത്തുവാൻ വേണ്ടി ശത്രു പരിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഓളങ്ങൾ പോലെ വിഷയങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ശാന്തമാകുന്ന ദൈവത്തിന്റെ ആശ്വാസത്തിന്റെ വാക്ക്, ഒരൊറ്റ വാക്ക് യേശു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ആ മരണഭീതി അവിടുന്ന് മാറിപ്പോകുവാനിടയെത്തും. രാത്രിയിൽ ജീവന്റെ സന്ദേശമാണ് നമ്മൾ കേൾക്കുന്നത്, ജീവന്റെ വചനമാണ് നമ്മൾ കേൾക്കുന്നത്. ഒരു വാക്ക് അവൻ പുറപ്പെടുവിച്ചാൽ അത് വ്യാപരിക്കുവാനിടയായിത്തീരും. ഇവിടെ പ്രവർത്തിച്ചത് ഒന്ന്, ഇതാ വചനം ആ കേട്ട ആ ശതാധിപന്റെ ഉള്ളിൽ അതൊരു ജീവനായി വ്യാപരിപ്പാനിടയാത്തും. അതേ സമയത്ത് തന്നെ ഏത് വിഷയമായിരുന്നോ ആ ഭാരമായിരുന്നത്, അവിടേക്ക് യേശുവിന്റെ വചനം എത്തിച്ചേരുവാൻ പർട്ടിക്കുലറായിട്ട് അവിടേക്ക് എത്തിച്ചേരുവാൻ ഇടയെത്തുന്നു. നിന്റെ മകൻ ജീവിച്ചിരിക്കും, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ആരുടെ ആവശ്യമാണ് വന്നത്? അവന്റെ അതിനോട് ബന്ധു പറയാണ്, യേശു പറയാണ്, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ലാസന്റെ കല്ലറയ്ക്ക് വന്നിട്ട് യേശു ലാസറെ എന്ന് വിളിച്ചു. അങ്ങനെ പർട്ടിക്കുലറായിട്ട് പ്രത്യേകതയോടെ എടുത്തു പറയുന്ന സന്ദർഭങ്ങളാണ് മരണത്തിൽ നിന്ന് ജീവങ്കിലേക്ക് കൊണ്ടുവരും. അപ്പോൾ യേശു അറിയാം ഇവൻ പറയുന്നതെല്ലാം സത്യമാണ്. അവൻ കുഞ്ഞു മരിക്കാൻ പോകുകയാ. എന്നാൽ കർത്താവിന്റെ വചനോടെ എത്തിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന അധികം ദൂരം കാണത്തില്ല. എന്നാൽ അവിടെ മഴ പെയ്യുന്നത് പോലെ ആശ്വാസത്തിന്റെ മഴയായി ആ ചുറ്റുപാടുകളിലായി അതുവരെ ഉണ്ടായിരുന്ന ഭീതി നിറഞ്ഞ അവസ്ഥയ്ക്ക് മാറ്റം വന്നുകൊണ്ട് ഒരു ആത്മാവിന്റെ വലിയൊരു മഴ പെയ്തിറങ്ങി ക്രിസ്തുവിന്റെ വചനം സഞ്ചരിച്ച സ്ഥലങ്ങളൊക്കെ ഒരു ശാന്തത ഉണ്ടാകുവാൻ ഇടയാറ്റുന്നു. ആ ഭവനത്തിന്റെ അകത്തേക്ക് ആ മരണാസന്നമായി കിടക്കുന്ന ആ കുഞ്ഞിന്റെ അടുത്തേക്ക് യേശുവിന്റെ വാക്കുകൾ എത്തിച്ചേരുവാൻ ഇടയാറ്റുന്നു. ആ വാക്കിനെ തടയാൻ കഴിയുന്ന ഒരു ശക്തിയുമില്ല. യേശുവിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അതിനെ തടയാൻ ആർക്കും കഴിയും. അതുകൊണ്ടാണ് പറയുന്നത്, ദൈവത്തിന്റെ വചനത്തിന് ബന്ധനമില്ല, ദൈവത്തിന്റെ വചനത്തിനോ ബന്ധനമില്ല. ആർക്കും ബന്ധിക്കാൻ കഴിയത്തില്ല, തടയാൻ കഴിയത്തില്ല. വളരെ ക്രിട്ടിക്കലായി കിടന്ന ആ കുഞ്ഞിന്റെ അടുത്തേക്ക് ഒന്ന് ഈ അപ്പന് മനസ്സിന്റെ അകത്തൊരു ധൈര്യം വന്നതുപോലല്ല ഇവൻ തിരിച്ച് കാലുകൾ വെക്കുന്നത് ഇടറിയല്ല പോകുന്നത്. ഇങ്ങോട്ട് വന്നത് ഇടറിയ വന്നത്, വലിയ ഭാരത്തോടെയാ വന്നത്. എന്നാൽ യേശുവിന്റെ ഒരൊറ്റ വാക്കിൽ
അവന്റെ കാഴ്ചൂടുകൾ നേരെയായി. അവൻ വളരെ സന്തോഷത്തോടെ ആശ്വാസത്തോടെ ആ ജീവന്റെ വാക്ക് കേട്ടിട്ട് അവൻ വളരെ പ്രശ്നത്തോടുകൂടി വളരെ വേദനയോടുകൂടി ഒരു പരിഹാരത്തിന് വേണ്ടി യേശുവിന്റെ അടുക്കൽ വന്നിട്ട് അവൻ മടങ്ങിപ്പോകുന്നത് വലിയ ഒരു വിശ്വാസത്തോടെ ആത്മാപ്രത്യാശയോടെ മടങ്ങിപ്പോകുന്നു. ഇങ്ങോട്ട് വന്നതുപോലെ അല്ല അവൻ അങ്ങോട്ട് പോകുന്നത്. അതെ, കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞാൽ നാം ഇരിക്കുന്നത് ഒരുപാട് ഭാരത്തോടെ ആയിരിക്കാം, ഒരുപാട് വേദനയോടെ ആയിരിക്കും. അതെ, ഒന്നും നടക്കുന്നില്ലല്ലോ എന്നുള്ള ആകുലതയോടെ ആയിരിക്കാം. ക്രിസ്തുവിന്റെ വായിൽ നിന്ന് വരുന്ന ഞാൻ നിന്നെ വിടുവിക്കാം, ഞാൻ നിന്നെ സൗഖ്യമാക്കാം, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഞാൻ നിന്റെ കടങ്ങളെ മാറ്റാം, ഞാൻ നിന്റെ രോഗത്തെ സൗഖ്യമാക്കാം, ഞാൻ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഭാവി ഒരുക്കാം, ഞാൻ നിനക്ക് വേണ്ടി കരുതാം എന്നുള്ള വാക്ക് പുറപ്പെടുവിച്ചു കഴിഞ്ഞാൽ പിന്നീട് ആ വിഷയങ്ങൾക്കെല്ലാം പ്രത്യാശ ഉണ്ടാകും. മടങ്ങിപ്പോകുന്നത് വലിയ ആശ്വാസത്തോടെ അവരുടെ വീട്ടിലേക്ക് മടങ്ങിപ്പോകുക. ഇങ്ങനെ മടങ്ങിപ്പോകുമ്പോ ആ കുഞ്ഞിന്റെ മരണം പ്രതീക്ഷിച്ചുകൊണ്ടിരുന്ന ഉറ്റുനോക്കിയിരുന്ന അവരുടെ ദാസന്മാർ, ആ വീട്ടുകാരെല്ലാം നോക്കുന്നത് ഈ കുഞ്ഞ് വേഗം ചാടി എഴുന്നേൽക്കുന്നു. ചാടി എഴുന്നേറ്റ് പണ്ടത്തെ പോലെ കളിക്കാൻ തുടങ്ങി, സംസാരിക്കാൻ തുടങ്ങി, ഇടപെടാൻ തുടങ്ങി. ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി മുഖാന്തരമായി മരണക്കിടക്ക, ആദ്യം അത് രോഗക്കിടക്കയായിരുന്നു, പിന്നെ അത് മരണക്കിടക്കയായി മാറി. അത് പിന്നീട് യേശു മുഖാന്തരം അത് ജീവന്റെ കിടക്കയായി മാറി. രാത്രിയിൽ മരണത്തിന്റെ കിടക്കയെ മാറ്റിവിരിക്കുവാൻ, ഏത് അത്യാസനമായിരിക്കുന്ന അവസ്ഥയും മാറ്റിവിരിക്കുവാൻ കഴിവുള്ളതാണ് യേശുവിന്റെ വചനം. സംസാരിച്ചാൽ ആ കിടക്കയൊക്കെ ഒന്ന് മാറും. എത്ര പേരുടെ കിടക്കയെടുത്താണ് നടക്കുന്നറിയാവും. അതേക്കുറിച്ച് തോന്നുന്ന നമുക്ക് കാണാൻ സാധിക്കുന്ന പല സ്ഥലങ്ങളിലും കർത്താവിന്റെ അത്ഭുതം കാണുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് കിടന്ന അവസ്ഥയ്ക്ക് മാറ്റം, അത് കിടക്കയെ മാറ്റി വിരിച്ചു. മണ്ണക്കിടക്കയായി കിടന്ന കുഞ്ഞ്, അത്യാസനമായി കിടന്ന കുഞ്ഞ് ചാടി എഴുന്നേറ്റ് കളിച്ചുകൊണ്ടിരുന്ന കളിപ്പാട്ടങ്ങൾ തേടി അവൻ ആഹാരം വേണമെന്ന് പറഞ്ഞ്, വെള്ളം വേണമെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. അവൻ ചിരിക്കാൻ തുടങ്ങി. പഴയതുപോലെയായി. ഇത് കണ്ടപ്പോൾ യേശു പറഞ്ഞിട്ട് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതാ, ഞാൻ യേശുവിന്റെ അടുക്കൽ ഒന്ന് പോകുകയാ, അവനെ എന്റെ വീട്ടിൽ വരാനിടയാത്തുന്ന എന്റെ മകൻ സൗഖ്യമാകും, ഞാൻ യേശുവിനെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി പോകുകയാന്ന് പറഞ്ഞാൽ പോയത്. എന്നാൽ യേശു അവനോട് കൂടെ അവൻ ശരീര സാന്നിധ്യം കൊണ്ടല്ല വന്നെങ്കിലും ദൈവത്തിന്റെ വചനത്തിന്റെ സാന്നിധ്യമായിട്ടാണ് മടങ്ങിപ്പോകുന്നത്. ക്രിസ്തുവിന്റെ സാന്നിധ്യം അവനെ മുൻപടിയായി നടക്കാനിടയാത്തത്. ആ ദൈവത്തിന്റെ വചനത്തിന്റെ സാന്നിധ്യം അവനെ നയിക്കുവാനിടയാത്തുന്നു. അത് അവന്റെ വീട്ടിൽ ആ രോഗ കിടന്ന മകനെ എഴുന്നേൽപ്പിച്ചപ്പോൾ ദാസന്മാർക്ക് ആശ്ചര്യമുണ്ടായി, എല്ലാവർക്കും അത്ഭുതമുണ്ടായി. ആ കരഞ്ഞുകൊണ്ടിരുന്ന, വേദനയോടിരുന്ന വീട്ടിൽ പെട്ടെന്ന് സന്തോഷത്തിന്റെ അലയടി ഉയർന്നു. എല്ലാവരും സന്തോഷിപ്പാൻ ഇടയാത്തുന്നു. വലിയ മാറ്റം സംഭവിച്ചതുപോലെ രാത്രിയിൽ ഈ വചന പഠന ക്ലാസ്സിലാണെങ്കിലും ദൈവത്തിന്റെ ആത്മാവ് തന്റെ വചനമയച്ച് ദൂര സ്ഥലങ്ങളിൽ വിടുതലില്ലാത്ത വിഷയങ്ങളിൽ മേൽ തന്റെ വചനമയച്ച് വിടുവിക്കാൻ പോകുകയാണ്. അത്ഭുതങ്ങൾ ലഭിക്കാൻ പോകുകയാണ്. രാത്രി വിശ്വസിക്കുക, അടുത്തവർക്ക് വിശ്വസിക്കാൻ കഴിയും. അതെ, ഞാൻ ഭാരപ്പെടുന്ന, വേദനപ്പെടുന്ന വിഷയങ്ങളുണ്ട്. നിരാശയോടെയാണ് ഞാൻ ഈ മീറ്റിംഗിൽ ഇരുന്നത്. എന്നാൽ രാത്രി ദൈവത്തിന്റെ വചനം നമുക്ക് വേണ്ടി വ്യാപരിക്കുന്നുണ്ട്, ജീവന്റെ ശക്തി വ്യാപരിക്കുന്നുണ്ട്. അതിന് മാറ്റം സംഭവിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയും. ഇവൻ മടങ്ങിപ്പോകുമ്പോൾ അവൻ വീട്ടിലോട്ട് അവൻ പോകയിൽ അവൻ വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. യേശു പറഞ്ഞ വാക്ക് വിശ്വസിച്ച് ആ മനുഷ്യൻ പോയി. മറ്റൊന്നും ചോദിച്ചില്ല, മറ്റൊന്നും അവൻ ചിന്തിച്ചില്ല. കർത്താവിന്റെ വാക്ക് കേട്ടിട്ട് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ അധികാരത്തിന്റെ ശബ്ദം കേട്ടപ്പോൾ പിന്നെ രാജ്യഭക്തനായാലും രാജാക്കന്മാരുടെ ശബ്ദം കേട്ട് പരിചയമുള്ളതാണ്. വാക്കുകളുടെ അത് പറയുന്നയാളുടെ അധികാരം അവനറിയാം. അതുകൊണ്ടാണ് ഈ രാജ്യഭക്തൻ വേറെ ഒന്നും ചോദിക്കാതെ വാക്കിന്റെ അധികാരം. നമുക്കറിയാം, ശതാദ്യം പറയുന്നുണ്ട്, ഞാൻ അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യൻ, അവരോട് പോകാന്ന് പറഞ്ഞാൽ വരും, പോകും, വരാന്ന് പറഞ്ഞാൽ വരും, ഞാനും അധികാരത്തിൽ കീഴ്പ്പെട്ട മനുഷ്യനാണ്. ഇപ്പൊ ഇവൻ അധികാരമുള്ളവരുടെ വാക്കിന്റെ ശബ്ദമായി. രാജ്യഭക്തനാണ്, രാജാവിന്റെ വാക്കിന്റെ ശബ്ദം, അധികാരത്തിന്റെ ശബ്ദം അവനറിയാം. അപ്പോൾ അതിനെയൊക്കെ വെല്ലുന്ന
രാജാതിരാജാവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വാക്ക് കേട്ട് കഴിഞ്ഞപ്പോ രാജഭൃത്യൻ വളരെ മനസ്സിലായി സംസാരിച്ചിരിക്കുന്നത് അത് അധികാരമുള്ളവനാണ്. അവനെ സംശയിക്കേണ്ട ആവശ്യമില്ല. അവൻ വിശ്വാസമുണ്ടായി. അതിനകത്ത് നമ്മളോട് സംസാരിക്കുന്നവൻ സർവത്തിന്റെ ഉടമസ്ഥനായി സകല കാര്യങ്ങളെയും നിയന്ത്രിക്കാൻ കഴിവുള്ളവനായ, അതെ, എന്റെ അകത്തെയും പുറത്തെയും മാറ്റിയെടുക്കുവാൻ കഴിവുള്ള ദൈവത്തിലാ ഞാൻ നിങ്ങൾ വിശ്വസിക്കുന്നത്. അവൻ അധികാരമുള്ളവനാണ്. സകല അധികാരവും അവനിൽ ആകയാൽ അവൻ അസാധ്യമായിട്ടൊന്നുമില്ല. അത് മനസ്സിലാക്കിയ ആ രാജഭൃത്യൻ യേശുവിന്റെ വാക്ക് വിശ്വസിച്ച് മടങ്ങിപ്പോകുമ്പോൾ അവനെ എതിരേറ്റ് അവനോട് സംസാരിപ്പാൻ വന്നത് അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് അവന് വന്ന് ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. എതിരേറ്റ് മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു പറഞ്ഞത് നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നെന്ന്. ഇവനിങ്ങനെ മടങ്ങിപ്പോകുമ്പോൾ വീട്ടിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് ഈ കബർഭൂമ്, അല്ലെങ്കിൽ യേശു സംസാരിക്കുന്ന സ്ഥലങ്ങൾ വളരെ അടുത്താണ്. അപ്പം ഇവിടുന്ന് ഈ യേശുവിന്റെ വാക്ക് കേട്ട് അവൻ അങ്ങോട്ട് പോകുമ്പോൾ കബർന്ന് ഭൂമിയിൽ നിന്ന് രാജഭൃത്യന്റെ വീട്ടിൽ നിന്ന് ദാസന്മാർ അവനെ അന്വേഷിച്ചു വരികയാണ്. ഇവര് കണ്ടപ്പോഴേ പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. യേശു പറഞ്ഞ അതേ വാക്ക് തന്നെ ഇവർ വിളിച്ചു പറഞ്ഞു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. എന്താ യേശു പറഞ്ഞത്? നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. അവരോട് പൊയ്ക്കൊള്ളുക, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞെങ്കിൽ പിന്നെ ആ വാക്ക് കേട്ട് പോയപ്പോൾ ഈ കബർന്നഭൂമിയിൽ നിന്ന് അവന്റെ ദാസന്മാർ വന്ന് അവനോട് പറയുകയാണ്. എതിരേറ്റ് പറഞ്ഞു, മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് അവൻ കേട്ടുപോയത്, അവൻ യേശുവിന്റെ അടുക്കൽ നിന്ന് അവന്റെ വീട്ടിലേക്ക് പോകുന്നത് പ്രത്യാശയോടെയാ. ജീവനോടിരിക്കുന്ന മകനെ കാണാൻ വേണ്ടിയാ പോകുന്നത്. അപ്പൊ അവിടം വരെ എത്തുന്നതിന് മുമ്പായി ദൈവം എന്ത് ചെയ്തു? ഇവനെ എതിരേറ്റ് ആൾക്കാരെ ഇങ്ങോട്ട് അയച്ചു. കാരണം അവർക്ക് അവിടെ ഇരിക്കാൻ കഴിയത്ത, അവർക്ക് നിൽക്കാൻ കഴിയത്ത, അവർക്ക് സന്തോഷം ആദിക്കും. ഓടി വരികയാണ്, ഇവനെ തേടി വരികയാ. മകൻ ജീവിച്ചിരിക്കുന്നു കേട്ടോ. ഇന്ന് രാത്രിയിൽ ചില ആശ്വാസത്തിന്റെ വാക്കുകൾ നമ്മൾ എതിരേൽക്കാൻ പോകുക. അത് ചില ആശ്വാസത്തിന്റെ വാക്കുകൾ, ചില പ്രവൃത്തികൾ ദൈവാത്മ നടത്താൻ പോകുക. ആശ്വാസമറ്റ് വല്ലാതെ ഭാരപ്പെടുന്ന ആരെങ്കിലും സന്ദേശം കേൾക്കുന്നെങ്കിൽ ഒരു വിടുതലിന്റെ സന്ദേശമായി ഇന്ന് രാത്രിയിൽ വചനം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. പല വിഷയങ്ങളെ ഓർത്ത് ഭാരപ്പെട്ട് വല്ലാതെ ഞെരുങ്ങി എല്ലാം മാറ്റിവെക്കാം എന്നുള്ള ചിന്തയോടെ ആയിരിക്കുന്നെങ്കിൽ ഇതൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലും ഒന്നും നടക്കുന്നില്ല, എല്ലാം ഞാൻ മാറ്റിവെക്കുകയാണ് എന്നുള്ളൊരു ചിന്തയോടെയാണ് ഇരിക്കുന്നത്. എല്ലാം തീർന്നു, രാജ്യം തീർന്നു, എന്റെ എല്ലാ സമാധാനം, എന്റെ സന്തോഷം തീർന്നു, എന്റെ മകൻ മരിച്ചു പോകും എന്നുള്ള ചിന്ത വെക്കാതെ ഉണ്ടായി. അവന്റെ പ്ലാനുകളെല്ലാം മാറ്റിവെച്ചു. രാത്രിയിൽ നമ്മുടെ പല കണക്കൂട്ടലുകളും മാറിപ്പോകുമ്പോൾ, തെറ്റിപ്പോകുമ്പോൾ അതിനെ യഥാർത്ഥമായി രൂപപ്പെടുത്തിയെടുക്കുവാൻ, ആശ്വാസമാക്കി തീർക്കുവാൻ, സന്തോഷത്തിന്റെ വാക്കിനെ നിന്നെ എതിരേൽക്കുവാൻ ദൈവമായ കർത്താവ് നമുക്ക് വേണ്ടി ചില കാര്യങ്ങളെ ഒരുക്കിയിരിക്കുക. ആ സന്തോഷത്തിന്റെ വാക്കുകൾ നമ്മുടെ ചെവിയിൽ കേൾക്കുവാൻ ദൈവം ഭാഗ്യം നൽകും. രാത്രിയിൽ അതെ, അവന്റെ വാക്കിന്റെ ശബ്ദം കേൾക്കുന്ന ഭാഗ്യമുള്ള കർത്താവ് പറഞ്ഞു, ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും കാത്തിരുന്നിട്ട് അവർക്ക് കേൾക്കാൻ കഴിഞ്ഞില്ല, കാണാൻ കഴിഞ്ഞില്ല. എന്നാൽ നിങ്ങളുടെ ചെവി കേൾക്കുന്നതുകൊണ്ടും നിങ്ങളുടെ കണ്ണ് കാണുന്നതുകൊണ്ടും ഭാഗ്യമുള്ളത് എന്ന് യേശു പറഞ്ഞു. ഏറിയ പ്രവാചകന്മാരും രാജാക്കന്മാരും കാണുവാൻ ആഗ്രഹിച്ചെന്നിട്ട് അവർക്ക് കാണാൻ കഴിയാതിരുന്നത്, കേൾക്കാൻ കഴിയാതിരുന്ന സന്ദേശമായിരുന്നു, ശബ്ദമായിരുന്നു. ആ ശബ്ദമാണ് അവിടെ ഉറക്കെ പ്രസ്താവിക്കാൻ തുടങ്ങിയത്. ജീവിച്ചിരിക്കുന്നു, വിടുതൽ അയച്ചിരിക്കുന്നു, സൗഖ്യമാകാം. അങ്ങനെ ഏറിയ ആൾക്കാർ ആഗ്രഹിച്ചുള്ള ഒരു ശബ്ദം 2024 നാം ആഗ്രഹിച്ചിരിക്കുന്ന ഒരു ശബ്ദമാണ്. ദൈവം നമ്മുടെ വിഷയങ്ങൾക്ക് അവരെ ശബ്ദം കേൾക്കുവാൻ
ഭാഗ്യം ലഭിച്ചിരിക്കുന്ന കാതുകൾ ഭാഗ്യമുള്ളതാ. ആ രാജ്യവൃദ്ധൻ ഭാഗ്യമുള്ളവനായിരുന്നു. അവന് മറ്റാർക്കും ചെയ്യാൻ കഴിയാത്ത യേശു ക്രിസ്തുവിന്റെ വിടുതന്റെ വാക്ക് കേൾക്കാൻ അത് ഭാഗ്യമുണ്ടായപ്പോൾ അത് വലിയൊരു ഭാഗ്യകരമായ ഒരു അവസ്ഥയായി തീർന്നു. അതാണ് അവൻ അവിടുന്ന് വന്നവർ വിളിച്ചു പറഞ്ഞത്, നിന്റെ മകൻ, അതേ മകൻ ജീവിച്ചിരിക്കുന്നു എന്നവർ കേൾപ്പോയത്. കർത്താവ് പറഞ്ഞ അതേ വാക്കുകൾ അവൻ എതിരാക്കാൻ അറിയാത്തത്. സന്തോഷത്തോടെ ഈ വാക്കുകൾ കേട്ട് ആ ദാസന്മാരോട് കൂടെ മകനെ കാണുവാൻ വേണ്ടി ഓടിപ്പോകുമ്പോൾ അവൻ ചോദിച്ചു, അവന് ഭേദമത നാഴിക അവരോട് ചോദിച്ചത്. അവർ അവനോട് ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ഇന്നലെ 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. 7 മണി എന്ന് പറയുമ്പോൾ 1 മണി നേരം. അപ്പോൾ ഇവൻ അവിടെ പോയി, നേരത്തെ പോയി യേശുവിനെ കാണാൻ വേണ്ടി എത്തി. കർത്താവിനെ കണ്ട് മടങ്ങി വരുമ്പോൾ ഉച്ചയ്ക്ക് ഏകദേശം 1 മണി. അന്ന് കർത്താവ് പറയുന്ന സമയം 1 മണിയാണ്. ഇവൻ അവിടുന്ന് മടങ്ങി തിരിച്ച് ഒരു വീട്ടിലോട്ട് വരുന്ന സമയത്ത് അവനെതിരേറ്റ് ഇവർ കാണുന്നത് ഈ ഒരു ഇത്രയും ദൂരം പറഞ്ഞാൽ ആ ദൂരത്തിന്റെ ഏകദേശം മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. കർത്താവ് സംസാരിച്ചിട്ട് തലേദിവസം 1 മണിയായ സമയത്താണ് അവൻ സൗഖ്യമാകുന്നത്. കർത്താവ് സംസാരിച്ചത് 7 മണി. 6 മണി എന്ന് പറയുമ്പോൾ 12 മണിയാണ്. 7 മണി എന്ന് പറയുമ്പോൾ അത് 1 മണിക്ക് അടുത്ത സമയം. 1 മണിയായപ്പോൾ, നമ്മുടെയൊക്കെ 1 മണി എന്നുള്ളത്, പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. 7 മണിക്ക് പനി വിട്ടുമാറി എന്ന് പറഞ്ഞു. ആകയാൽ നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന് യേശു പറഞ്ഞ നാഴികയിൽ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു. ഈ സമയം നോക്കിയാണ് അപ്പൻ നിന്നിരുന്നത്. എന്താ പറയുന്നത്, മരിച്ചു പോവും, വേഗം മരണം വന്നു. അങ്ങനെ സമയം നോക്കി കാത്തിരുന്ന അവനോട് കർത്താവ് സംസാരിച്ചത് 7 മണിക്ക്. നാഴിക 7 മണിയായിരുന്നു. ആ സമയത്ത് തന്നെ ഒട്ടും താമസിയാതെ ഈ മകൻ സൗഖ്യമായി. എന്റെ കർത്താവ് പറഞ്ഞ അതേ സമയത്ത്, അത് ഞാൻ പറഞ്ഞല്ലോ, കർത്താവിന്റെ വാക്കിന് സഞ്ചരിപ്പാൻ സമയം വേണ്ട. നമ്മുടെയൊക്കെ വാക്കുകൾക്ക് സഞ്ചരിപ്പാൻ ശാസ്ത്രപരമായിട്ട് നോക്കുമ്പോൾ സമയമുണ്ട്. ശബ്ദത്തിന്റെ വേഗതയുണ്ട്, അത് സഞ്ചരിച്ചെല്ലാം സമയമെടുക്കും. എന്നാൽ യേശുവിന്റെ വാക്കുകൾക്ക് അതിന് സമയം വേണ്ട. വ്യത്യാസം അതാണ്. ഇപ്പം മനുഷ്യ ശബ്ദത്തിന് വേഗതയുണ്ട്. ശബ്ദത്തെക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്നതാണ് ഈ പ്ലെയിനെ കുറിച്ചൊക്കെ, പ്ലെയിന്റെ ഒക്കെ, എയർക്രാഫ്റ്റിന്റെ ഒക്കെ സ്പീഡ് കണക്കാക്കുന്നത് ശബ്ദവുമായിട്ട് ബന്ധപ്പെടുത്തിയ, ശബ്ദത്തിന് മനുഷ്യ ശബ്ദത്തെക്കാൾ സ്പീഡ് സഞ്ചരിക്കുന്നതാണ്. എന്നാൽ ഇവിടെ യേശുക്രിസ്തുവിന്റെ വചനത്തിന്, സംസാരത്തിന് അത് സർവ്വവ്യാപിയാണ്. ആ സമയത്ത് തന്നെ അതവിടെ എന്ത് ചെയ്യും, എത്തുവാൻ എത്തുന്നു, വലിയ കൂടുതലായി തീരുവാൻ എത്തുന്നു. യേശു പറഞ്ഞ നാഴികൾ തന്നെ എന്ന് അപ്പൻ ഗ്രഹിച്ചു, താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ഈ യേശുവിന്റെ വാക്ക് കേട്ട് മടങ്ങിപ്പോന്ന, അവനെ എതിരേറ്റ് വന്ന ദാസന്മാർ മടങ്ങി വന്നപ്പോൾ കർത്താവ് പറഞ്ഞ അതേ നാഴികയിൽ തന്നെ അവൻ കുഞ്ഞ് സൗഖ്യമായി എഴുന്നേറ്റ് നടന്നു, ഓടി നടന്നു. അവൻ സൗഖ്യമായി. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരുത്തിയതുപോലെ വലിയ മാറ്റം ആ കുടുംബത്തിനകത്തുണ്ടാക്കി. ഇവിടെയാണ് താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. കർത്താവ് യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. യേശു കർത്താവിൽ വിശ്വസിച്ചാൽ, നീ വിശ്വസിച്ചാൽ, അപ്പൻ വിശ്വസിച്ചാൽ മകന് സൗഖ്യമാ. അമ്മ വിശ്വസിച്ചാൽ മകനോ മകൾക്കോ തലമുറകൾക്ക് അത് വിടുതല. ഇന്ന് രാത്രിയിൽ അതെ, മാതാപിതാക്കളോട് ദൈവാത്മാവ് സംസാരിക്കുക. ഈ അപ്പൻ വിശ്വസിച്ചപ്പോൾ ആ കുടുംബത്തിന് രക്ഷ വന്നെങ്കിൽ, അത് വിശ്വാസമായി മാറിയെങ്കിൽ, ദൈവത്തിന് വേണ്ടി വിശ്വസിക്കുന്ന പിതാവേ, മാതാവേ,
നിന്റെ വിശ്വാസം മുഖാന്തരമായി കർത്താവ് പറഞ്ഞു, കർത്താവായ യേശു വിശ്വസിക്കുക, എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. രാത്രി സന്ദേശം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുകയാണ്. അതെ, അപ്പൻ വിശ്വസിച്ചപ്പോൾ രോഗിയായി കിടന്ന മരണാസന്നമായിരിക്കുന്ന മകൻ രക്ഷപ്പെടുവാനിടയത്ത്, അവൻ ജീവൻ പ്രാപിപ്പാനിടയത്ത്, അത് മുഖാന്തരമായി ആ കുടുംബം മുഴുവനും യേശുവിൽ വിശ്വസിപ്പാനിടയത്ത്. യേശുവിൽ വിശ്വസിച്ചാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എന്ന് പറഞ്ഞിരിക്കുന്നത് വെറുതെ എഴുതിയിരിക്കുന്നതല്ല. കർത്താവിൽ വിശ്വസിച്ചാൽ, അപ്പൻ വിശ്വസിച്ചപ്പോൾ മകൻ മരണക്കിടക്കയിൽ ചാടി എഴുന്നേറ്റു. അത് കണ്ടിട്ട് ഇവർക്ക് മനസ്സിലായി എന്തോ സംഭവിച്ചു. എന്താ സംഭവിച്ചെന്ന് വീട്ടിലുള്ളവർക്ക് അറിയത്തില്ല. അത് അറിയാൻ വേണ്ടിയുള്ള വ്യക്തതയോടെ ദാസന്മാർ ഇവനെ തേടിയെത്തുന്നത്. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, ഒരിക്കലും ആരും പ്രതീക്ഷിക്കാത്ത, മരണം മാത്രം മുമ്പിൽ കണ്ടുകൊണ്ടിരുന്ന ആ വീട്ടിന്റെ ഉള്ളിൽ വലിയ സന്തോഷം അലയിടിച്ചു വരുവാനിടയാത്ത. അതിന്റെ കാരണം എന്താണെന്നുള്ളത് യേശുവാണ് അതിന്റെ പിൻപിൽ പ്രവർത്തിച്ചെന്ന സാക്ഷ്യം ഈ രാജ്യഭൃത്യൻ വന്ന് അവരോട് അറിയിച്ചു. യേശുവിന്റെ വാക്കനുസരിച്ച് ഞാൻ മടങ്ങി വന്നതാ. അതാണ് ഇവിടെ മകന് സൗഖ്യമായി തീർന്നത്. ഞാൻ വരാൻ സമയമെടുത്തു, പക്ഷേ എന്റെ ദൈവം അവനെ സൗഖ്യമാക്കി. കവർന്നുപോവും ഈ യേശു ഉണ്ടായിരുന്ന ആ ദേശവും തമ്മിൽ നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഇവന്റെ യാത്രയ്ക്ക് അവൻ സമയമെടുത്തു. ദൂരം അധികം ഇല്ലെങ്കിലും എങ്ങനെയാണ് കടന്നുപോയത് നമുക്കറിയത്തില്ല, എനിക്കതറിയത്തില്ല. അത് എന്നാൽ ഏതായാലും 7 മണിക്ക് 7-ാം മണി നേരത്താണ് അവന്റെ മകനെ അവിടെ കർത്താവ് സൗഖ്യമായെന്ന് പറഞ്ഞെങ്കിൽ ഇവൻ അവിടെ എത്തിച്ചേർന്ന് ഈ സന്ദേശം കൈമാറുന്നത് പക്ഷെ രാവിലെ ആയിരിക്കും. വലിയ സന്തോഷം, വളരെ സന്തോഷം ഉണ്ടാകുവാനേ തീർന്നു. കർത്താവിന്റെ സന്നിധി വന്നു കഴിഞ്ഞപ്പോൾ മാറ്റങ്ങളുണ്ടായി, ആശ്വാസമുണ്ടായി. അത് അവൻ വിശ്വാസത്തോടെ കാലുകൾ വെച്ചപ്പോൾ മടങ്ങി പോകുമ്പോൾ പുറകോട്ടവൻ നോക്കിയില്ല. ആ രാജഭൃത്യൻ പുറകോട്ട് നോക്കിയില്ല. യേശു പറഞ്ഞ വാക്ക് അവനെ മുൻപോട്ട് തന്നെ നയിച്ചതുപോലെ രാത്രിയിൽ നിങ്ങൾ പലപ്പോഴും പുറകോട്ട് നോക്കാറുണ്ട്. എന്നാൽ മുൻപോട്ട് നോക്കിക്കൊള്ളുക. ക്രിസ്തുവിന്റെ വചനമാ നമ്മോട് സംസാരിക്കുന്നത്. നീ സംശയിച്ച് പുറകോട്ട് നോക്കണ്ട. പറഞ്ഞവന്റെ വാക്ക് നമ്മെ മുമ്പോട്ട് നയിക്കാനുള്ളതാ, വിടുതൽ കാണാനുള്ളതാ. നീ കേട്ടത് കാണാനിടയാറ്റരും. ഇന്ന് രാത്രി ദൈവാത്മ പറയുക, നാം കേട്ടത് അത് വിശ്വാസമായി പരിണമിച്ച് കാണാൻ ഇടയായി തീരും എന്നുള്ള സന്ദേശം രാത്രിയിൽ ഈ മെസ്സേജിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. അവൻ കേട്ടു, അതവൻ എന്ത് ചെയ്തു? വിശ്വസിച്ചു. അതവന്റെ കണ്ണുകൊണ്ട് കാണുവാൻ ഇടയാക്കും. രാത്രി എത്രവർക്ക് വിശ്വസിക്കാൻ കഴിയും? ഞങ്ങൾ പലപ്പോഴും ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, എന്നാൽ അത് വിശ്വാസമായി പരിണമിച്ച് കാണത്തക്കവണ്ണമുള്ള നിലവാരത്തിലേക്ക് ദൈവം ഇടപെടേണ്ട സമയത്ത് ഇടപെട്ട് ദൈവശബ്ദം കേൾപ്പിച്ച് ഇത് കാണത്തക്കവണ്ണമായി തീരുവാൻ ദൈവത്തിന് പ്രസാദം തോന്നിയതിനായി ഇന്ന് രാത്രിയിൽ ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അതുകൊണ്ട് ആ കുടുംബമൊക്കെയും താനും കുടുംബമൊക്കെയും വിശ്വസിച്ചു. ഇത് കണ്ടവരെല്ലാവരും യേശു വിശ്വസിച്ചു. കർത്താവിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: പ്രവാചകന് തന്റെ പ്രദേശത്ത് ബഹുമാനമില്ല എന്നാണ്. അങ്ങനെ എല്ലാവരും ഈ യേശു ചെയ്യുന്ന പ്രവൃത്തികളൊക്കെ കണ്ട് എങ്കിലും വിശ്വാസം അങ്ങോട്ട് വർദ്ധിക്കാതെ, അല്ലെങ്കിൽ അവന് അവിശ്വാസം ഒരു ബഹുമാനം കൊടുക്കാതിരിക്കുന്ന ഒരു സന്ദർഭത്തിൽ കർത്താവിന്റെ വാക്ക് കേട്ട് ഇവൻ പോയി. യേശു ആരാണെന്ന് അവൻ മനസ്സിലാക്കുവാൻ ഇടയായിരുന്നു. ഞാൻ വിശ്വസിക്കട്ടെ, ഞാൻ പറയട്ടെ, ഇവർക്ക് ഇവിടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ആ കാര്യം മറന്നു പോകുവാൻ കഴിയത്തില്ല. ഒരു ഉപകാരം നിന്റെ വീട്ടിൽ ദൈവം ചെയ്താൽ അത് കാണുമ്പോഴൊക്കെയും നാം എന്ത് ചെയ്യും? ആ ചെയ്തവനെ ഓർക്കും. ഈ മകനെ കാണുമ്പോൾ ഇവന്റെ അപ്പനും അമ്മയ്ക്കും മറക്കാൻ കഴിയത്തില്ല. ചില ഓർമ്മയുടെ
തലമുറകളെ ദൈവം നൽകാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യാം. അതെ, ദൈവാത്മാവ് ഇടപെടുന്ന, അതെ, കണ്ടു കഴിയുമ്പോൾ തന്നെ ദൈവത്തിന് സ്തോത്രം പറയത്തക്കവണ്ണമുള്ള ചില ഓർമ്മകളെ ദൈവാത്മാവ് നൽകാൻ പോകുകയാണ്. ഈ കുഞ്ഞിനെ കാണുമ്പോൾ, അവൻ ഓടി നടക്കുന്ന കാണുമ്പോൾ, വളർച്ചയുടെ ഓരോ ഘട്ടങ്ങളിൽ കാണുമ്പോഴും ഇവർക്ക് യേശുവിനെ മറക്കാൻ കഴിയത്തില്ല. മറക്കാൻ കഴിയുമോ? കഴിയത്തില്ല. നമുക്കറിയാം, ചില ഗിഫ്റ്റൊക്കെ തന്നു കഴിഞ്ഞാൽ നമ്മളത് കാണുമ്പോൾ തന്നവരെ ഓർക്കാറുണ്ട്. ഇനി അവർ തന്നതാണ് ഓർക്കും. അതാണ് ചില ഗിഫ്റ്റുകളൊക്കെ കൊടുക്കുന്നത്. അത് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓർക്കും ഇന്നയാളാ. ഞങ്ങളൊരു ആർക്കെങ്കിലും ഒരു ഗിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടപ്പോ ഇന്നയാളാ, നമ്മൾ മനസ്സിൽപ്പെട്ടൊരു ഓർമ്മ വരും. അങ്ങനെ ഓർമ്മ വരും. ഇവിടെ ദൈവം കൊടുത്ത ഗിഫ്റ്റാണ് മകൻ. മരിച്ചു പോയതായിരുന്നു. എന്നാൽ ദൈവം അവന് ജീവൻ കൊടുത്ത് അവർക്ക് ദാനമായി കർത്താവ് കൊടുക്കാനെത്തുന്നപ്പോൾ ആ നിമിഷം മുതൽ അവർ വിശ്വസിച്ചു. ഈ മകന്റെ മുഖം കാണുമ്പോൾ അവർ നന്ദി പറയും യേശുവിന്. രാത്രിയിൽ എത്ര വിഷയങ്ങൾക്ക് എണ്ണി ദൈവത്തിന് സ്തോത്രം പറയാനുണ്ട്. അത് എത്ര നന്മകൾ കർത്താവ് തന്നിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും ഉയർത്തുന്ന രാത്രി ദൈവജത ഉപകാരങ്ങൾക്ക് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് വിഷയങ്ങൾക്ക് വേണ്ടി എണ്ണി സ്തോത്രം പറയാനുണ്ട് പ്രിയപ്പെട്ടവരെ. അത് കാണുമ്പോൾ എനിക്ക് മറക്കാൻ കഴിയത്തില്ല എന്റെ കർത്താവിനെ. അതെ, അങ്ങനെ പ്രത്യേകമായി ചില ഇടപെടലുകളിലൂടെ ദൈവം ചെന്ന രോഗസൗഖ്യത്തിനായി സ്തോത്രം ചെയ്യാം. ദൈവം തന്ന തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം. ജോലികൾക്കായി സ്തോത്രം ചെയ്യാം. വിവാഹത്തിനായി, കുടുംബജീവിതങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. തലമുറകൾക്കായി സ്തോത്രം ചെയ്യാം. അങ്ങനെ എന്തെല്ലാം അത്ഭുതങ്ങൾ, എന്തെല്ലാം ഓർമ്മകൾ തരുന്ന വിഷയങ്ങൾ ജീവിതത്തിൽ ദൈവം ചെയ്യാൻ പോകുന്നു. ഈ മകൻ അവിടെ വളരും തോറും, പിന്നെ കാണും തോറും ഈ രാജ്യഭക്തൻ എപ്പോഴും ആ ശബ്ദമോർക്കും. നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു, നിന്റെ മകൻ ജീവിച്ചിരിക്കുന്നു എന്ന ശബ്ദം അവൻ മരിക്കുന്നവരെ മറന്നു പോയിട്ടില്ല. രാത്രിയിൽ നമുക്ക് ആ ശബ്ദത്തിന്റെ ആ ഉറവയെ കാണുവാൻ, അതെ, നമ്മോട് സംസാരിച്ച, ദർശനം തന്ന ദൈവം നമ്മോട് സംസാരിച്ചിട്ടുണ്ടെങ്കിൽ നിശ്ചയമായിട്ടും അത് നിറവേറപ്പെടുക തന്നെ ചെയ്യും. വചനാത്മാവിൽ ദൈവം നമ്മോട് ഇടപെടുന്ന വിഷയങ്ങൾക്ക് നിശ്ചയമായും മറുപടി ഉണ്ടാകും. അവർ വിശ്വസിപ്പാനിടയാത്തുന്നു. യേശു യഹൂദയിൽ നിന്ന് ഗലീലയിൽ വന്നപ്പോൾ ഇത് രണ്ടാമത്തെ അടയാളമായിട്ട് ചെയ്തു. ഒന്നാമത്തെ അടയാളം കൽപ്പരണികളിൽ വെള്ളം വീഞ്ഞായി വിരുന്നു വീട്ടിൽ അത് ആനന്ദമായി, സന്തോഷമായി അനേകരെ തൃപ്തിപ്പെടുത്തിയെങ്കിൽ, രണ്ടാമത്തെ അടയാളം ഗലീലയിൽ നടന്ന രണ്ടാമത്തെ അടയാളം രാജഭൃത്തിന്റെ വീട്ടിലെ മരണഭീതി മാറി ആ മകൻ ചാടി എഴുന്നേറ്റ് ദൈവത്തിന് സ്തോത്രം ചെയ്താണ് രണ്ടാമത്തെ അടയാളം. അതൊരു അത്ഭുതമായി, വിടുതലായി, ഓർമ്മയായി തീരത്തക്കവണ്ണം ദൈവാത്മാവ് ഇടയാക്കിയത് രണ്ടാമത്തെ അടയാളമാണ്. അവിടെ കൊണ്ടൊന്നും യേശുവിന്റെ പ്രവൃത്തി അസ്തമിച്ചു പോയില്ല. അവൻ ഇന്നും പ്രവർത്തിക്കുന്നു. ഗലീലയിൽ സംസാരിച്ച യേശുവിന്റെ വാക്ക് ഇന്ന് ഈ രാത്രിയിൽ കോട്ടയത്ത് സംസാരിക്കുന്നു. അതെ, ആ വചനം എവിടെയും എത്തിച്ചേരുവാൻ, ആ വചനം എത്തുന്ന എല്ലാ സ്ഥലങ്ങളിലും വിടുതൽ സംഭവിപ്പാൻ അവന്റെ വചനത്തിന് പിമ്പിൽ ശക്തി മറിഞ്ഞിരിക്കുന്നുണ്ട്. യേശു സംസാരിച്ച വചനത്തിന് പിമ്പിൽ മറിഞ്ഞുള്ള ശക്തി, അത് ആ കബർന്നഹൂമിലെ രാജഭൃത്യന്റെ വീട്ടിൽ വിടുതലായി ജീവന്റെ ശക്തിയായി വ്യാപരിച്ചതുപോലെ യേശു ക്രിസ്തുവിന്റെ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുന്നിടത്ത് വിടുതൽ സംഭവിക്കും. അത് വിശ്വാസമായി, അത് മാറ്റമായി സംഭവിക്കും എന്നാണ് രണ്ടാമത്തെ അടയാളമായിട്ട് യേശു അത് ചെയ്തതുള്ള ബന്ധത്തിൽ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ പഠനം നമ്മൾ പൂർത്തീകരിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് അതിന്റെ വിവിധ കാര്യങ്ങളെ കുറിച്ചും ചിന്തിപ്പാനിടയാത്തീർന്നു. അത് ശമരിയക്കാരത്തി സ്ത്രീയോടുള്ള ബന്ധത്തിലുള്ള ഇടപെടൽ, അത് പട്ടണം മുഴുവനും, ശമരിയ പട്ടണം മുഴുവനും യേശുവിനെ സ്വീകരിച്ച് 2 നാൾ അവിടെ ദൈവം യേശു ക്രിസ്തു താമസിച്ചത് അവൻ ലോകരക്ഷിതാവാണെന്ന് അവർക്ക് തിരിച്ചറിയാൻ ഇടയായിത്തീർന്നത്. യേശു ഗലീലയിലേക്ക് മടങ്ങി വന്ന ശേഷമായി അവിടെ സംഭവിച്ച ഈ രാജഭൃത്തിന്റെ
ഭവനത്തിലെ വിടുതൽ എന്നുള്ള വിഷയങ്ങളാണ് ഇതിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ചിന്തിപ്പാനിടയാത്തതെന്ന് തുടർന്ന് നമ്മൾ ചിന്തിക്കുന്നത് 5-ാം അധ്യായത്തിലേക്കാണ്. 5-ാം അധ്യായത്തിന്റെ പ്രാരംഭമായ ചില വാക്യങ്ങൾ വായിച്ച് ഇന്നത്തെ ഈ ക്ലാസ്സിന് വിരാമം കുറിക്കുവാൻ താല്പര്യപ്പെട്ടിരിക്കുക. 5-ാം അധ്യായത്തിന്റെ പ്രാരംഭ വാക്യം ഇങ്ങനെയാണ്: അതിന്റെ ശേഷം യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. ഇപ്പം ഈ യഹൂദന്മാരുടെ ഒരു ഉത്സവം ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് വീണ്ടും പോയി. ഈ യെരൂശലേമിന്റെ ഉള്ള ബന്ധത്തിലുള്ള എല്ലാ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ കർത്താവ് സജീവമായിരുന്നു. കാരണം അത് പിതാവിന്റെ ഭവനം എന്ന് പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനം എന്ന് പറഞ്ഞു. യേശുവിനെ അന്വേഷിച്ച് മാതാപിതാക്കൾ ചെന്നപ്പോൾ എന്റെ പിതാവിന്റെ ഭവനത്തിന് ഇരിക്കേണ്ടതല്ല ചോദിച്ചത്. അതിനെ ശുദ്ധീകരിച്ചപ്പോൾ പറഞ്ഞു, എന്റെ പിതാവിന്റെ ഭവനം പ്രാർത്ഥനാലയം വിളിക്കപ്പെടുന്ന പറയും. അപ്പോൾ ഈ യെരൂശലേം ദേവാലയത്തിൽ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ടുണ്ടാകുന്ന എല്ലാ കാര്യങ്ങൾക്കും കർത്താവ് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം യഹൂദന്മാരുടെ ഒരു പെസഹ ഉണ്ടായിട്ട് യേശു യെരൂശലേമിലേക്ക് പോയി. അപ്പോൾ അവിടെ കർത്താവ് പോയത് പെസഹയുള്ള ബന്ധത്തിലായിരുന്നു പോയത്. അതിനുശേഷമായി കർത്താവ് വീണ്ടും യെരൂശലേമിൽ നിന്ന് കാനാവിലേക്ക് ഗലീലയിലേക്ക് വരാൻ കഴിയാത്തിരുന്നു. വീണ്ടും കർത്താവ് മടങ്ങി അവിടേക്ക് പോകുന്നതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എത്തിയിരിക്കുന്ന സന്ദർഭം ഒരു ഉത്സവം എന്നാണ് പറയുന്നത്. ഉത്സവം ഇതേക്കുറിച്ച് വേദപഠിതാക്കൾ പറഞ്ഞ പ്രതിഷ്ഠോത്സവം എന്ന ഒരു ഉത്സവത്തെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. പ്രതിഷ്ഠോത്സവത്തെ കുറിച്ച് രേഖപ്പെടുത്തിയ ഭാഗങ്ങളുണ്ട്. അതിന്റെ ചരിത്രത്തിലേക്ക് ഞാനൊന്ന് പോകാൻ ആഗ്രഹിക്കുന്നില്ല. അത് പ്രതിഷ്ഠോത്സവം എന്നുള്ളത് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നെറ്റിലൊക്കെ സെർച്ച് ചെയ്താൽ കണ്ടുപിടിക്കാൻ സാധിക്കും. അത് ചരിത്രമായ കാര്യങ്ങളാണ്, നമുക്കത് കണ്ടുപിടിക്കാം. ഞാൻ അങ്ങനെ ചരിത്രമായ കാര്യങ്ങൾ എടുത്ത് കൂടുതൽ പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ദൈവീയ മർമ്മങ്ങളെ കുറിച്ച് ബാക്കിയുള്ളതൊക്കെ നമുക്ക് നെറ്റിൽ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റും. പ്രതിഷ്ഠോത്സവം എന്താണ്, എത്ര വാതിലുകളുണ്ട്, ഇതൊക്കെ ഉള്ളത് യേശുവിനെ സംബന്ധിച്ച് 10 വാതിലുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, കണ്ടുപിടിക്കാൻ പറ്റും. അതൊക്കെ ചരിത്രമായിട്ട് പഠനത്തിൽ താല്പര്യമുള്ളവർക്ക് പഠിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിലേക്ക് ദൈവം പഠിപ്പിക്കുമ്പോൾ അങ്ങനെയുള്ള ഒരു പഠിപ്പിലേക്കല്ല പോകുന്നത്. അത് ആർക്കും കണ്ടെത്താവുന്ന വിഷയങ്ങളാണ്. പ്രതിഷ്ഠോത്സവത്തെ കുറിച്ചോ യെരൂശലേം ദേവാലയത്തിലുള്ള വാതിലുകളെ കുറിച്ചോ ഒക്കെ നമുക്ക് കണ്ടുപിടിക്കാം. എനിക്കും അത് നമ്മൾ സെർച്ച് ചെയ്തിട്ട് പഠിപ്പിക്കാനുള്ള ആട്ടുവാതിൽ, അങ്ങനെ ഒരുപാട് വാതിലിനെ കുറിച്ച് 10 വാതിലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്കൊന്നും പോകാൻ ആഗ്രഹിക്കുന്നില്ല. നെഗേമാന്റെ പുസ്തകവും ഒക്കെ വായിക്കുമ്പോൾ അതേക്കുറിച്ച് പറഞ്ഞിട്ട് ഇവിടെ അതിന്റെ പശ്ചാത്തലത്തിലേക്കൊന്നും പോകാതെ എന്താണ് ഈ ഇവിടെ സംഭവിച്ച വിഷയത്തിലെ പശ്ചാത്തലത്തിലേക്ക് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞത് അത് പഠിക്കേണ്ടവർക്ക് സെർച്ച് ചെയ്ത് പഠിക്കാം. നിരവധി പുസ്തകങ്ങൾ എഴുതപ്പെട്ടിട്ടുണ്ട്. അത് സംബന്ധമായിട്ടുള്ള നിരവധി കാര്യങ്ങൾ രേഖപ്പെടുന്നത് ചരിത്രമായ പഠനമാണ്. ഞാൻ അങ്ങനെ ഒരു ചരിത്രപരമായ പഠനത്തേക്കല്ല പോകുന്നത്. അത് വേണമെങ്കിൽ ചെയ്യാം, പക്ഷെ അത് അതിനേക്കാൾ ഉപരിയായി നമുക്ക് ഇതിനകത്ത് മറഞ്ഞിരിക്കുന്ന ആത്മീയ മർമ്മങ്ങളെ കുറിച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്, നമ്മൾ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. യെരൂശലേമിൽ ആട്ടുവാതിൽക്കൽ ബെഥസേദ എന്ന എബ്രായ പേരുള്ള ഒരു കുളമുണ്ട്. അതിന് 5 മണ്ഡപമുണ്ട്. അവയിൽ യാതിക്കാർ, കുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം വെള്ളത്തിന്റെ ഇളക്കം കാത്തുകൊണ്ട് കിടന്നു. അവ സമയത്ത് ഒരു ദൂതൻ കുളത്തിൽ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം വരും. നാം ഇവിടെ രേഖപ്പെടുത്തിയ ഒരു പ്രത്യേക ഒരു സ്ഥലം, ഒരു കുളം, ബെത്സേദ എന്നൊക്കെ പറയുന്ന കുളം. അതിന് ഹൗസ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഗ്രേസ് എന്നാണ് ആ എബ്രായ പദത്തിന്റെ അർത്ഥം. കരുണയുടെ ഭവനം, ദയയുടെ ഭവനം എന്നാണ് എന്റെ അർത്ഥം വരുന്നത്. ഹൗസ് ഓഫ് ഗ്രേസ് ഓർ ഹൗസ് ഓഫ് മേഴ്സി. അപ്പോൾ ഈ കുളം ആട്ടുവാതിൽക്കൽ ഉള്ള ഒരു കുളമാണ്. ഹൗസ് ഓഫ് മേഴ്സി അല്ലെങ്കിൽ ഹൗസ് ഓഫ് ഗ്രേസ് ആണ് ഇതിന്റെ അർത്ഥം. അതായത് കരുണയുടെ ഭവനം, കരുണയുടെ സ്ഥലം ആണ് ഇതിന്റെ അർത്ഥം. ഇബ്രായ അർത്ഥം അതാണ്. ഇബ്രായ പേരുള്ള ഒരു കുളമുണ്ട്.
അതിന് 5 മണ്ഡപമുണ്ട്. ഈ കുളത്തിന് 5 മണ്ഡപമുണ്ട്. 5 മണ്ഡപത്തിലും നിരവധി രോഗികൾ കിടക്കുക. അവയിൽ വ്യാധിക്കാർ, കുടർ, മുടന്തർ, ക്ഷയരോഗികൾ, ഇങ്ങനെ വലിയൊരു കൂട്ടം. ഈ ഓരോ 5 മണ്ഡപത്തിലും ചുറ്റോടും ഈ കുളത്തിന് ചുറ്റുമായി വലിയൊരു കൂട്ടം ഇങ്ങനെ കാത്തു കിടക്കുകയാണ്. എന്താ കിടക്കുന്നറിയാമോ? ഇവര് ഊണും ഉറക്കം എല്ലാം ഉപേക്ഷിച്ച് നോക്കി നിൽക്കുന്നത് ആ കുളം കലങ്ങുന്ന അവസരം നോക്കി നിൽക്കുകയാണ്. ഈ സമയത്ത് ആരിറങ്ങിയോ ആദ്യം ഇറങ്ങുന്നവർക്ക് വിടുതലാണ്. അതിന് പറയുന്ന പേര് കരുണയുടെ സ്ഥലം എന്നാണ് പറയുന്നത്. വാസ്തവത്തിൽ ഈ കരുണയുടെ ഭവനമായിരിക്കുന്ന ഈ സ്ഥലത്തിന്റെ പ്രത്യേകത മനസ്സിലാക്കുന്ന ചുറ്റും ആൾക്കാർ ഇങ്ങനെ നിൽക്കുക. ഇത് പ്രിയോറിറ്റി ആദ്യം ഇറങ്ങുന്നയാള് സൗഖ്യമാണ്. അവിടെ ശ്രദ്ധ ആവശ്യമാണ്, അതോടൊപ്പം തന്നെ സഹായം ആവശ്യമാണ്. എങ്കിൽ മാത്രമേ അത് പ്രാവർത്തികമാകൂ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മള് ഇങ്ങനെ ഒരു കുളത്തിനായിട്ട് നിൽക്കുക, ഒരുപാട് പേര് നിൽക്കുക, രോഗികള്, പല രോഗത്തുമുള്ളവർ. ഈ രോഗികളെല്ലാം കിടക്കുന്നത് എപ്പോഴാണ് ഈ ദൂതൻ ഇറങ്ങി കുളം കലക്കുന്നത്? ആ സമയത്ത് നോക്കി നിൽക്കുക. ദൂതൻ ഇറങ്ങി വെള്ളം കലക്കും. വെള്ളം കലങ്ങിയ ശേഷം ആദ്യം ഇറങ്ങുന്നവൻ ഏത് വ്യാധി പിടിച്ചവനായിരുന്നാലും അവന് സൗഖ്യം പണി. 24 മണിക്കൂറും ആൾക്കാരുടെ പ്രതീക്ഷിത ഇപ്പോൾ ദൂതനിറങ്ങി കുളം കലങ്ങി. കുളം കലങ്ങുന്നത് നോക്കിയിരിക്കുക, ഒരു വിടുതൽ ആൾക്കാർ നോക്കിയിരിക്കുക. അങ്ങനെ കണ്ടാൽ സൗഖ്യമാകത്തില്ല. അതിൽ ഇറങ്ങും. ആദ്യം ഇറങ്ങിയാൽ വിടുതല. നമുക്കറിയാം, പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ പ്രത്യേകത ഉണ്ടായിരുന്നു. നയമാനോട് എലീശ പറഞ്ഞത്, നീ പോയി 7 പ്രാവശ്യം മുങ്ങാനാ പറഞ്ഞത്. അത് ഒരു നിയമമാണ്. മുങ്ങിയാൽ സൗഖ്യമാണെന്ന് പറഞ്ഞു. ഇവൻ അന്നേരം ആദ്യം ഒന്നും ഇഷ്ടപ്പെട്ടില്ല. അവിടെ പോയി മുങ്ങിയാൽ എന്താ സംഭവിക്കുന്ന വിചാരിച്ചു. അപ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞപ്പോൾ അവൻ ഒരുപാട് ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മുങ്ങിയാൽ 1 പ്രാവശ്യം മുങ്ങിയപ്പോൾ 7 പ്രാവശ്യമാണ് അതിന് വ്യവസ്ഥ ഉണ്ടായിരുന്നു. പ്രചരണത്തിൽ അങ്ങനെയുള്ള ചില വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ കരുണയുടെ ഭവനത്തിന് പേരുണ്ടെങ്കിലും ഇവിടെ വ്യവസ്ഥാപിതമായിരിക്കുന്ന ഒരു വിടുതലാണ്. എല്ലാവർക്കും അത് പ്രാപിച്ചെടുക്കാൻ കഴിയത്തില്ല. എന്നാൽ ഇവിടെ വരുന്നവര് അവിടെ കാത്തു കെട്ടിക്കിടക്കുന്നവരാ. പോകത്തില്ല, വിടുതൽ കിട്ടിയേ പോകുള്ളൂ എന്നുള്ള നിർബന്ധത്തിൽ കിടക്കുന്നവരുമുണ്ട്. അങ്ങനെ നിർബന്ധത്തിൽ കിടക്കുന്നു പറഞ്ഞാൽ എനിക്കൊരു സൗഖ്യം കിട്ടിയിട്ട് ഞാൻ ഇവിടുന്ന് മാറുകയോ എന്നുള്ള തീരുമാനത്തോടെ കിടക്കുന്നവരാണ് കൂടുതൽ ഭൂരിപക്ഷം ആൾക്കാർ. ഇവിടെ അതിന്റെ പശ്ചാത്തലം എടുത്ത് നമ്മൾ പഠിക്കുമ്പോൾ സഹജനത്തിന്റെ യാത്രയുള്ള ബന്ധത്തിൽ ഇതിന് ബന്ധമുണ്ട്. അവര് 38 സംവത്സരം അവരുടെ ബസ് വഹിക്കുന്നത് അവരോട് തന്നെ കടന്നാ പറഞ്ഞത്. കഥാനോട് ദൈവത്തോട് മത്സരിച്ച് ഇവര് കഥ പറഞ്ഞു, ആ തലമുറ മുഴുവനും ചത്തൊടുങ്ങും വരെ ഇവരവിടെ എത്തുകയില്ല എന്ന് പറഞ്ഞത് മുഖാന്തരമായി കഥ പറഞ്ഞ വചനം പൂർത്തീകരിക്കപ്പെടാൻ വേണ്ടി സേരത്തോട് കിടക്കുന്നവരെ 38 സംവത്സരം ഇവരവിടെ കിടന്നുവെന്നാണ് അവരുടെ പുസ്തകം. അപ്പോൾ അവരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യങ്ങളോടുള്ള ബന്ധത്തിൽ ഈ വിഷയത്തിന് ബന്ധമുണ്ട്. അവരുടെ പുസ്തകം 2-ാം അധ്യായം 13-14 വാക്യങ്ങൾ. അതിലേക്കാണ് നമ്മൾ എന്ന രാത്രിയിൽ നമ്മൾ ശ്രദ്ധിക്കുന്നത്. 2-ാം അധ്യായം 13-14 വാക്യം. അപ്പോൾ എഴുന്നേറ്റ് സേരഥത്തോട് കടപ്പീൻ എന്ന് കൽപ്പിച്ചതുപോലെ നാം സേരഥത്തോട് കടന്നു. നാം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരഥത്തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായി. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറയൊക്കെയും യഹോവയോട് സത്യം ചെയ്തതുപോലെ പാളയത്തിൽ നിന്ന് മുടിഞ്ഞുപോയി. മുടിഞ്ഞു തീരും വരെ യഹോവയുടെ കൈ അവരെ പാളയത്തെ നശിപ്പാൻ തക്കവണ്ണം അവർക്ക് വിരോധമായിരുന്നു. അപ്പം ദൈവത്തോട് മറുതലിച്ച്
വാഗ്ദത്ത ദേശത്തേക്ക് പ്രവേശിക്കുവാൻ വാഗ്ദത്തമുണ്ടായിട്ടും പുറപ്പെട്ടു പോന്നിട്ട് ദൈവത്തിന്റെ ക്രോധത്തിന് കാരണമായി തീർന്ന ഒരു തലമുറ ചത്തൊടുങ്ങുവാൻ വേണ്ടി സേരത് തോടിന് അക്കരയായി കാദേശ് ബർണയിൽ പുറപ്പെട്ട് ഈ ഒരു തോട് കടന്നാൽ മതി ഇവർക്ക് വേഗത്തിലെത്താൻ സാധിക്കും. പക്ഷേ ദൈവം അനുവദിച്ചില്ല. ചെങ്കടൽ ദൈവം കടത്തി, ചെങ്കടൽ ദൈവം വിഭാഗിച്ചു കൊടുത്തു. പക്ഷേ സേരത് തോട് നടന്ന് കയറാൻ പറ്റുന്ന സ്ഥലമാണ്. പക്ഷേ ദൈവം അനുവദിച്ചില്ല അപ്പുറം കടക്കാൻ. നീണ്ട 38 വർഷം ഇവരവിടെ കടന്നവരായിരിക്കുന്നത്. കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ടത് മുതൽ സേരത് തോട് കടക്കും വരെയുള്ള കാലം 38 സംവത്സരമായി. അതിനിടയിൽ യോദ്ധാക്കളായിരുന്ന തലമുറ എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ ചുറ്റി നടന്ന് ഈ സേരത് തോട് കടക്കുന്നത് വരെയും ദൈവം അനുവദിച്ച 38 സംവത്സരം അത് ഈ ചുറ്റും കടന്നു എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു അനുഭവമുള്ള ഒരു സാഹചര്യമാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ കന്നഡ ഭവനത്തിനടുത്താ കിടക്കുന്നത്. പക്ഷേ ഇത് വിടുതൽ കിട്ടണമെങ്കിൽ, ആശ്വാസം കിട്ടണമെങ്കിൽ, നീ അവിടെ മുടിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ യഥാർത്ഥമായ കരുണയുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. അവിടെ ഈ വ്യക്തിയെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇവിടെ ഈ കിണറിനെ, ഈ കുളത്തെ കുറിച്ചോ അതിന്റെ മണ്ഡപങ്ങളെ കുറിച്ചോ അവിടെ വന്നവരെ കുറിച്ചോ അല്ല അവിടെ പ്രാധാന്യതയുള്ളത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ 38 ആണ്ട് രോഗം പിടിച്ച് കിടന്നൊരു മനുഷ്യനെ കുറിച്ചാണ് അവിടെ പ്രാധാന്യത കൊടുത്തത്. ക്രിസ്തുവും 38 വർഷം ഈ ബെഥേസ്ദ കുളക്കരയിൽ കിടന്ന വ്യക്തിയും തമ്മിലുള്ള കാര്യമാണ് ഇവിടെ പ്രധാനമായിട്ടുള്ളത് സംസാര വിഷയം. ഇവന്റെ ചരിത്രം നമ്മൾ പഠിക്കുമ്പോൾ ഇതിന്റെ പിമ്പിൽ ഇസ്രായേലിന്റെ പൂർവ്വ ചരിത്രം മുഴുവൻ ഇവനിൽ ദൈവം ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ ആവർത്തന പുസ്തകം എടുത്ത് പഠിച്ചത്. ചെങ്കടൽ കടന്നു വന്നവർക്ക് സേരത്തോട് കടക്കാൻ പ്രയാസമുള്ള കാര്യമല്ല. പക്ഷെ അവിശ്വാസം വന്നു കഴിഞ്ഞപ്പോൾ, പെറുപെറുത്ത് കഴിഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു, സേരത്തോട് കടക്കണമെങ്കിൽ ചെങ്കടൽ കടന്നു വന്ന മരുഭൂമിയിൽ മത്സരിച്ച ഒരു തലമുറയുണ്ട്. അത് മുഴുവനും ചത്തൊടുങ്ങാതെ എന്ന് പറഞ്ഞാൽ അവിശ്വാസികളായിരിക്കുന്ന പലതും പറഞ്ഞ് ദൈവത്തെ പ്രകോപിപ്പിച്ചവരെല്ലാം ചത്തൊടുങ്ങാൻ വേണ്ടി ദൈവം അനുവദിച്ചു കൊടുത്തില്ല. 38 സംവത്സരം കാദേശ് ബർണയിൽ നിന്ന് പുറപ്പെട്ട മുതൽ സേരത്തോട് കിടക്കുന്നവരെ 38 വർഷം അവർ അവിടെ അലയാൻ ഇടയാക്കും. അതിനുശേഷം കർത്താവ് എഴുന്നേറ്റ് പോകുമ്പോൾ അവിടെ നോക്കാൻ പറഞ്ഞു. ഇങ്ങനെ ഇവനും കരുണ പ്രതീക്ഷിച്ച് കിടക്കുകയാണ്. പക്ഷെ ഇവന് സൗഖ്യമുണ്ടാകുന്ന ഒരു സമയമുണ്ടായില്ല. നീണ്ട 38 വർഷം. ഒരു മനുഷ്യന്റെ ആയുസ് അതിന്റെ നല്ലൊരു ഭാഗം ഒരു വിടുതലിന് വേണ്ടി ബെഥേസ്ദ എന്ന കുളത്തിന്റെ കരയിൽ ഇവൻ കിടക്കുകയാണ്. ഇവന്റെ ആഗ്രഹം സൗഖ്യമായിരുന്നു, വിടുതലായിരുന്നു. ഇങ്ങനെ മനുഷ്യനെ അവിടെ ഉണ്ടായിരുന്നു. അവൻ കിടക്കുന്നത് യേശു കണ്ടു. അവിടെ ഒരുപാട് പേരുണ്ടായിരുന്നു. യേശു ഇവനെയാണ് കണ്ടത്. ഈ 38 സംവത്സരമായി കിടക്കുന്നവനെ കർത്താവ് സൗഖ്യമാക്കാൻ തീരുമാനിച്ചത് ഇസ്രായേലിനുള്ള ബന്ധത്തിലെ വിടുതല. അപ്പോൾ ദൈവത്തിന്റെ വിടുതൽ, ദൈവം പറഞ്ഞ വാഗ്ദത്തം, അത് നിറവേറ്റാൻ വേണ്ടി ദൈവത്തിന്റെ വചനം വ്യാപരിച്ചുകൊണ്ടേയിരിക്കും. അബ്രഹാമിന്റെ സന്തതിയെ വാഗ്ദേശം കൊടുക്കുമെന്ന് പറഞ്ഞാൽ ഒരു തലമുറ മുഴുവൻ ചത്തൊടുങ്ങിയാലും ദൈവം അടുത്ത തലമുറ എഴുന്നേൽപ്പിച്ച് ദൈവം പറഞ്ഞ വാക്ക് പൂർത്തീകരിക്കും. രാത്രി എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവര്, കർത്താവിന്റെ വചനം ഒരിക്കലും നിവർത്തിക്കാതെ പോകത്തില്ല. യേശു കർത്താവ് വരുമ്പോൾ ഇവിടുന്ന് ഒരു കൂട്ടം ജനം തയ്യാറായി പോകുമെന്നോ ദൈവവചനമാണെങ്കിൽ അതങ്ങനെ സംഭവിക്കും. അതിന് മാറ്റമില്ല. അതനുസരിച്ചാൽ നമുക്ക് പോകാം. അത് ഉയർപ്പിനെ കുറിച്ചും ഒക്കെയുള്ള കാര്യങ്ങൾ പഠിക്കുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഇതൊക്കെ സംഭവിക്കുമ്പോൾ ദൈവം ഒരു കൂട്ടരതിനു വേണ്ടി ഒരുക്കും. അതുകൊണ്ട് ആരെല്ലാം വീണാലും തളർന്നാലും ദൈവവചനത്തിന് മാറ്റം വരികയില്ല. സേരത്തോട് കടക്കാൻ വേണ്ടി ദൈവം ഒരു തലമുറയെ കണ്ടിരുന്നു. എന്നാൽ മത്സരികളായിരിക്കുന്ന ദൈവത്തോട് എതിർത്ത പിറുപിറുപ്പുകാരായി
കർത്താവിന് കോപം ചലിപ്പിച്ച ഒരെണ്ണം പോലും സേവതത്തോട് കടന്ന് പോകുവാൻ സമ്മതിക്കാതെ ദൈവം അവരെ അതിന് ആ ദേശങ്ങളിലിട്ട് 38 വർഷം ചുറ്റി നടത്തിയെങ്കിൽ ഇവിടെ 38 വർഷമായി ഒരുത്തൻ കിടക്കുക. എന്നാൽ ദൈവത്തിന് ഇവനോട് കരുണ തോന്നി. ആ കുളത്തിന്റെ പേര് പോലെ തന്നെ ഇവിടെ ഒരിക്കലും ഇവൻ എത്ര വർഷം കിടന്നാലും ഇവന് സൗഖ്യമുണ്ടാകാൻ പോകുന്നില്ല. കാരണം 38 വർഷമായിട്ട് ഒരു നല്ല പ്രായത്തിൽ വന്നതാ. അന്ന് അവൻ ഇറങ്ങാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ എന്നിറങ്ങാൻ ഞാൻ വിചാരിക്കുന്ന ഇവന്റെ രോഗസ്ഥിതി ഓരോ ദിവസവും കൂടിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇവൻ എങ്ങനെ ഈ 38 സംവത്സരം അവിടെ ജീവിച്ചു എന്നുള്ളത് നമുക്കൊരു അത്ഭുതകരമായ കാര്യമാണ്. ഏതായാലും ഇവന് അവിടെ ആരുമില്ല എന്നാ പറഞ്ഞിരിക്കുന്നത്. തുടർന്ന് വായിക്കുന്നത്, ഏറികാലമായെന്ന് നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. യോഗ്യനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരു എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ഇതാണ് അവന്റെ സ്ഥിതി. പറഞ്ഞു, ഈ 38 സംവത്സരമായിട്ട് ഞാനിവിടെ കിടക്കുക. രോഗം പിടിച്ച് കിടന്നൊരു ഉണ്ടായിരുന്നു. അവന് എഴുന്നേക്കാൻ പറ്റും, അവന്റെ സ്വന്തം കാര്യം ചെയ്യാൻ പറ്റും. ഇവൻ ഇവിടെ വരുന്നു പോകുന്നവർ സൗഖ്യമായി പോകുന്നവരെല്ലാം കണ്ട് നല്ല പരിചിതമായി ഇങ്ങനെ കണ്ടുകൊണ്ട് കിടക്കുക. അവൻ എഴുന്നേറ്റ് കുളം കലങ്ങുന്ന ഇവന് അറിയാം എപ്പോഴാ കുളം കലങ്ങുന്ന എന്നൊക്കെയുള്ള ഏകദേശം ധാരണ ഇവനുണ്ട്. കാരണം ഇത്രയും വർഷത്തെ പരിചയം, എക്സ്പീരിയൻസ് അല്ലേ. പക്ഷെ ഇവൻ ഒരിക്കലും ഈ സമയത്ത് അവിടെ എത്താൻ കഴിയത്തില്ല. വിടുതൽ നടക്കുന്നുണ്ട്, പക്ഷെ സമയത്ത് പ്രാപിച്ചെടുക്കാൻ കഴിയുന്നില്ല. രാത്രിയിലും പ്രിയപ്പെട്ടവരെ, വിടുതൽ നടക്കുമ്പോൾ ആ സമയത്ത്, അതാണ് ഇപ്പോൾ സുപ്രസാദകാലം, ഇപ്പോൾ രക്ഷാ ദിവസം, ആ സമയത്ത് ദൈവം ഒരുക്കുന്ന സമയത്ത് രക്ഷ പ്രാപിച്ചു വിടുതലാണ്. ഇവന് അന്ന് ആ പാരമ്പര്യത്തിന് നിലവാരത്തിൽ ഉണ്ടായിരുന്ന വിടുതലിനെ പ്രാപിച്ചെടുക്കാൻ കഴിയാതിരിക്കുമ്പോൾ ദൈവമായി കർത്താവിന് സുപ്രസാദ കാലമായി, വിടുതലിന്റെ കാലമായി യേശുവോട് പ്രത്യക്ഷപ്പെടുത്തത്. അപ്പോൾ ഇസ്രായേലിന്റെ വിടുതലുള്ള ബന്ധത്തിൽ അതിന് ചില നിയമങ്ങളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. അവർക്കത് പ്രാപിച്ചെടുക്കാൻ കഴിയാതിരുന്നപ്പോ സർവമനുഷ്യർക്കും പ്രാപിച്ചെടുക്കാൻ കഴിവുള്ള വിടുതലിലെ സുപ്രസാദ കാലമായി യേശു ക്രിസ്തു പ്രത്യക്ഷപ്പെട്ട് എന്നുള്ള തെളിവിന് വേണ്ടിയാണ് ഇവിടെ കർത്താവ് വന്നത്. ഇപ്പൊ ഇവിടെ കാലം നോക്കി, സമയം നോക്കി, ഇളകുന്ന നോക്കി കിടക്കുമ്പോൾ യേശുവിന്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഇപ്പോൾ സുപ്രസാദ കാലമാണ്, രക്ഷാ ദിവസമാണ്. അത് മാനവംശത്തിന് രക്ഷപ്പെടാനുള്ള മാർഗമായി യേശു വന്നൊന്ന് വെളിപ്പെടുത്താൻ വേണ്ടി യേശു കർത്താവിന്റെ അടുക്കൽ വന്ന് എന്നോട് പറയുകയാണ്, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എന്ന് അവനോട് ചോദിച്ചു. ഇവനെ 38 വർഷമായിട്ട് ഇവനിങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് കർത്താവിനോട് ചോദിച്ചു, നിനക്ക് സൗഖ്യമാകുവാൻ മനസ്സുണ്ടോ എന്ന് യേശുവിനോട് ചോദിച്ചു. അവൻ പറഞ്ഞു, രോഗി അവനോട്, യജമാനനെ, വെള്ളം കലങ്ങുമ്പോൾ എന്നെ കുളത്തിലാക്കുവാൻ എനിക്ക് ആരും ഇല്ല. മറ്റു പലതിനും എനിക്ക് പലതും ഉപകാരം ചെയ്യണം, പക്ഷെ ഈ സൗഖ്യമാകേണ്ട സമയമാകുമ്പോൾ എന്നെ ആരും ഒന്ന് കൈപിടിച്ചുകൊണ്ട് നടക്കത്തില്ല. കാരണം എന്താ? കാര്യം എന്താ? ഇത് വന്നിരിക്കുന്നവരൊക്കെ മറ്റുള്ളവരുടെ ബന്ധുക്കാരും സ്വന്തക്കാരും ഒക്കെ ആൾക്കാരായിരിക്കും. അവരെ സഹായിക്കാൻ പോകുമോ, ഇവനെ സഹായിക്കാൻ പോകുമോ? അതാണ് അവിടെ സംഭവിച്ചത്. മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. നിനക്ക് വെള്ളം വേണേ കൊണ്ടുതരും, എന്ത് വേണം കൊണ്ടുതരും, സഹായം ചെയ്ത് കൊടുക്കും. പക്ഷെ വെള്ളം കലങ്ങുമ്പോൾ, വിടുതലുണ്ടാകുന്ന സമയം വരുമ്പോൾ ഒരൊറ്റ ഒരുത്തം പോലും നീ ഇത്ര വർഷം കിടന്നല്ലേടാ എന്ന് പറഞ്ഞിട്ട് കരുണ കാണിച്ച് പിന്നെ അങ്ങോട്ട് ഇറക്കിയില്ല. പക്ഷെ അവരൊക്കെ വെള്ളം കലങ്ങുന്ന സമയത്ത് അവരുടെ സ്വന്തം ആൾക്കാരെ അതിലിറക്കി സൗഖ്യം പ്രാപിച്ച് മടങ്ങിപ്പോകും. ഇതാണ് സംഭവിച്ചുകൊണ്ടിരുന്നത്. പേര് കരുണയുടെ സ്ഥലമാണ്, പക്ഷെ എല്ലാവരും സാധ്യതയുള്ളവരാണ്. യജമാനനെ അവനുള്ള കാര്യം പറഞ്ഞു, ഈ വെള്ളം കലങ്ങുമ്പോൾ എനിക്കാരുമില്ല, വിടുതലിന്റെ സമയമാകുമ്പോൾ എനിക്കാരുമില്ല, അതുവരെ എന്റെ ചുറ്റും ആൾക്കാരുണ്ട്. സന്ദർഭം മനസ്സിലായല്ലോ? ആ പേര് കരുണയുടെ സ്ഥലമെന്ന ഒരൊറ്റ ഒരുത്തൻ പോലും സഹായമായി അവിടെ നിന്നില്ല. കാരണം ഇവൻ സ്വന്തക്കാരുള്ളവരാണ്.
എന്നെ സഹായിക്കാൻ ആരുമില്ല. എല്ലാവരും വെള്ളം കലങ്ങുന്ന സമയത്ത് അവരുടെ ആൾക്കാരെ രക്ഷപ്പെടാൻ വേണ്ടിയുള്ള മാർഗം അവർ ആലോചിച്ചു കൊടുക്കാതെ അവനെ അവർ സഹായിക്കും. അതെല്ലാം കഴിയുമ്പോൾ പിന്നീട് ഇവന്റെ സഹായമാണ് ഇങ്ങനെ ചെയ്തു കൊടുക്കും. ഇവന് വേണ്ട വെള്ളം കൊടുക്കാനോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. പക്ഷേ വിടുതലിന്റെ യഥാർത്ഥമായ സമയം വരുമ്പോൾ ആരും കാണത്തില്ല. ഇതല്ലേ മനുഷ്യന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാനും നിങ്ങളുമാണെങ്കിൽ ഇതൊക്കെയല്ലേ ചെയ്യുള്ളൂ. നമുക്ക് കിട്ടേണ്ട ഒരു വിടുതലിന്റെ സമയം നമ്മുടെ സമയമാണെങ്കിൽ നമ്മൾ മറ്റവർക്ക് വിട്ടുകൊടുക്കത്തില്ല. ഞാൻ ചെയ്ത് നിങ്ങളാരും ചെയ്യത്തില്ല. അവസരം വിട്ടുകൊടുക്കത്തില്ല, ആരും വിട്ടുകൊടുക്കത്തില്ല. എന്നാൽ ചില സന്ദർഭങ്ങളിൽ അങ്ങനെ കരുണ കാണിക്കുന്നവരുണ്ട്, കരുണ കാണിക്കുന്ന വ്യക്തികളുണ്ട്. അങ്ങനെ ഒരൊറ്റ മനുഷ്യൻ പോലും ഈ ബത്സേദ എന്ന കരുണയുടെ സ്ഥലത്തല്ല. പേര് കരുണയുടെ ഭവനമെന്ന, പക്ഷെ അവിടെ ഒരൊറ്റ മനുഷ്യൻ പോലും സാധ്യതയില്ലാത്തവരായിട്ടില്ലായിരുന്നു എന്നാണ് ഈ കുളക്കരയുള്ള ബന്ധത്തിലുള്ള ആത്മീയ വീക്ഷണത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ബാക്കിയുടെ എല്ലാം സഹായം ചെയ്തു കൊടുക്കും. കുളം കലങ്ങുമ്പോൾ മാത്രം അവനവന്റെ കാര്യം നോക്കും. ഞാൻ സൗഖ്യം പ്രാപിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് എഴുന്നേറ്റ് വിടുതൽ പ്രാപിച്ച് പലരും വീട്ടിൽ പോകുന്നത് കണ്ടിട്ടുണ്ട്. ഇതും വിചാരിക്കേണ്ട ദൈവമായി എന്നത് ഇത് കഴിയുമ്പോൾ എന്റെ ചുറ്റും ആൾക്കാരുണ്ട്. പക്ഷെ ഒരൊറ്റണം പോലും എന്റെ കടം പിടിക്ക് എന്നെ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന വിലപിച്ച വേദനപ്പെട്ട 38 വർഷത്തെ വേദന യേശുവിനറിയാം. അവന്റെ പാരമ്പര്യമായിരിക്കുന്ന ആ രോഗം മാറ്റുവാൻ ആരും സഹായിപ്പാനില്ലാത്ത, ആരുമില്ലാത്ത അവസരത്തിൽ എല്ലാവരും ഈ കുളക്കരയിൽ കിടക്കുന്ന സൗഖ്യത്തിന് വേണ്ടിയാണ്. മറ്റൊരാളെ സഹായിപ്പാനില്ലാതിരിക്കുമ്പോൾ അവിടെ നസ്രയൻ എത്തിച്ചേരുവാനിടെ എത്തുന്നു. കരുണയുടെ ഉറവിടമായിരിക്കുന്ന കരുണയുള്ള കർത്താവ് അവന്റെ അടുക്കലെത്തി. അവിടെ പറഞ്ഞു, നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ടോ എങ്കിൽ ഞാന് ഒരു പ്രവൃത്തി ചെയ്യാൻ പോവുകയാണ്. കുളം കലങ്ങി സൗഖ്യമാകുന്നവർ പോകട്ടെ, അതൊരു ഭാഗത്തുനിന്ന് നടന്നോട്ടെ. എന്നാൽ യഥാർത്ഥമായ കരുണയുടെ ഉറവിടമായ, യഥാർത്ഥമായ കരുണയുടെ ദൈവം ഉറവയായി അവിടെ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവൻ ആ 38 വർഷം കടന്ന അവന്റെ അടുക്കിലേക്കാണ് ആ കരുണയുടെ ഉറവിട എത്തിച്ചേരാനായിട്ടുള്ളത്. നമുക്ക് സമയക്കാലത്ത് സ്ത്രീയെടുത്ത് യേശു ജീവന്റെ ഉറവയുടെ ആയി വെളിപ്പെട്ടതുപോലെ കരുണയുടെ ഉറവിടമായി ഈ 38 വർഷമുള്ള ഇവന്റെ അടുക്കൽ കർത്താവ് എത്തിച്ചേരുവാനിടെ എത്തുന്നു. യഥാർത്ഥമായ കരുണ എന്താണെന്ന് കർത്താവ് കാണിച്ചു. നിനക്ക് സൗഖ്യമാകാൻ മനസ്സുണ്ട് ചോദിച്ചത്. സൗഖ്യമാണെങ്കിൽ കുളത്തിലങ്ങ് കിടന്നാൻ പറ്റത്തില്ല. കുളം കലങ്ങിയ സമയത്തിറങ്ങണം. പക്ഷെ ഒരു പരാതി ഒരുപാട് പറയാനുണ്ട്. ഞാൻ ചെല്ലുന്നതിന് മുൻപ് ഞാൻ ചെല്ലുന്നതിന് മുമ്പ് ഞാൻ പരിശ്രമിക്കുന്നുണ്ട്, ഞാൻ പരിശ്രമിക്കാതിരിക്കുന്നില്ല. പക്ഷെ എനിക്ക് ആരുമില്ല. ഞാൻ തന്നെ ചെല്ലുമ്പോൾ മറ്റൊരുത്തൻ എനിക്ക് മുമ്പായി ഇറങ്ങുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അതെ, കർത്താവ് കണ്ടിട്ടാ വന്നത്, മനസ്സിലാക്കിയിട്ടാ വന്നത്. രാത്രിയിൽ യേശു ഇത് കണ്ടാണ് നമ്മോട് സംസാരിക്കുന്നത്. ആഗ്രഹമുണ്ട് സൗഖ്യമാകുവാൻ, വിടുതൽ പ്രാപിപ്പാൻ. പക്ഷെ എല്ലാവരും അവരുടേതായ കാര്യങ്ങൾ ചെയ്തപ്പോൾ മനുഷ്യന്റെ സ്വഭാവം അതാണ്. അത് ആരെയും മാറ്റി നിർത്താനില്ല. നിങ്ങൾ ചെയ്തു കൊടുക്കൂ. നമുക്കൊരു സാഹചര്യം അനുവദനീയമാണെങ്കിൽ മറ്റാർക്കും വിട്ടുകൊടുക്കത്തില്ല. പിന്നെ വേണമെങ്കിൽ ബസ്സിലൊക്കെ പോകുമ്പോൾ സീറ്റ് വേണേ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും, എഴുതിട്ട് കൊടുക്കും. അത്രയല്ലോ വിചാരിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ അത് വിട്ടുകൊടുക്കത്തില്ല. സൗഖ്യമാ വിഷയം, വിടുതല. അറിയാം. അത് എന്നാ കർത്താവ് ഇവിടെ വന്ന് അവനോട് സംസാരിച്ചു. അവൻ പറഞ്ഞു, എനിക്ക് ആരുമില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ പറയും, എനിക്ക് ആരുമില്ല കർത്താവ്. നിനക്ക് ആരുമില്ലെങ്കിൽ ഞാനുണ്ട്. നിനക്ക് ആരുമില്ല എന്നുള്ളത് നീ വിലപിക്കുന്ന വിഷയമാണ്. ഓരോ സന്ദർഭത്തിലും ഇവൻ പോയിട്ട് നിരാശനായി മടങ്ങി വീണ്ടും ആ കട്ടിലിൽ കിടന്ന് ചിന്തിക്കും, എനിക്ക് ആരുമില്ലല്ലോ. ഈ കുളം കലങ്ങുമ്പോൾ
എന്നെ അവിടെ പിടിച്ചിറക്കുവാൻ എനിക്ക് ആരുമില്ലല്ലോ. അതെ, രാത്രിയിൽ നിന്റെ ഉള്ളിലെ രോദനം കാണുന്ന കർത്താവ് അവൻ കരുണയുടെ ഉറവിടമായി ആ കിണറിന്റെ ആ കുളത്തിന്റെ അടുക്കൽ വന്നിരിക്കുന്നത് വ്യത്യസ്തമായിരിക്കുന്ന വിടുതൽ നിനക്ക് നൽകാൻ വേണ്ടിയാണ്. യേശുവോട് ചോദിച്ചു, സൗഖ്യവാൻ മനസ്സുണ്ടോ എന്ന്. അവൻ മനസ്സുരുകി അവൻ കിടക്കുകയാ. എങ്ങനെയാണ് ഇനി മുമ്പോട്ട്? 38 വർഷം അവൻ എണ്ണി പറഞ്ഞു, ഞാൻ 38ാമത്തെ വർഷമായി കിടക്കുന്നത്, ഇതുവരെ എനിക്ക് കരുണ ലഭിച്ചിട്ടില്ല. എന്നാൽ എനിക്ക് ആരുമില്ലാത്തത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ കിടക്കുന്നത്. യേശുവിനോട് അവനോട് എഴുന്നേറ്റ് നിന്റെ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. കഥ പറഞ്ഞു, നീ കുളത്തിലിറങ്ങൊന്നും വേണ്ട, ഇനി നീ ഇതുവരെ കാത്തു കിടന്ന ദൂതൻ ഇറങ്ങി കുളം കലക്കി സൗഖ്യമാക്കാൻ വേണ്ടി കിടന്നു. പക്ഷെ ദൂതനല്ല ഇവിടെ നിന്നെ സൗഖ്യമാക്കാൻ പോകും. ദൂതൻ ഇറങ്ങിയുള്ള കുളം കലക്കിയ രക്ഷയല്ല. അത് നടന്നോട്ടെ, അത് അതിന്റെ രീതി നടക്കുമ്പോൾ ഞാൻ നിന്നെ എഴുന്നേൽപ്പിക്കാൻ പോവുക, നിന്റെ പാരമ്പര്യത്തെ മാറ്റാൻ പോവുക, നിന്റെ ആരുമില്ലാത്ത അനാഥത്തെ മാറ്റാൻ പോവുക, നിന്നെ ഞാൻ സൗഖ്യമാക്കുവാൻ നിന്റെ അടുക്കൽ വന്നത്. യേശു പറഞ്ഞു, കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ഉടനെ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്ത് നടന്നു. ഇതുവരെയും അവൻ കാത്തു കിടന്നത് കുളത്തിലെ വെള്ളം കലങ്ങുന്ന സമയത്ത് അവിടെ നിന്ന് ഇറങ്ങണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷെ എന്നാൽ അവനെ കൊണ്ട് സാധിക്കത്തില്ല എന്നവന് പിന്നീട് മനസ്സിലായി. അവനിങ്ങനെ വിചാരിച്ചിന്, ഞാൻ ഇവിടെ കിടന്നിട്ട് കാര്യമില്ല, എന്റെ സമയം തീരാറായി, ഇതുവരെ എനിക്ക് പ്രാപിക്കാതെ എനിക്ക് സാധിക്കത്തില്ല എന്നുള്ള വലിയ ഹൃദയത്തകർച്ചയുടെ അവസരമായപ്പോൾ, ദൈവത്തിന്റെ സമയമായപ്പോൾ യാക്കോബിന്റെ സന്തതിയെ ദൈവം സേവകത്തോട് കടത്തിയതുപോലെ ദൈവയുടെ അവന്റെ അടുക്കൽ വന്നിട്ട് അവന്റെ 38 വർഷത്തെ ആ നശിച്ചു പോകുന്ന അവസ്ഥയിൽ നിന്ന് ഒരു പ്രയോജനമില്ലാത്ത 38 സംവത്സരം പ്രയോജനമില്ലാതെ കടന്ന അവസരം, സാഹചര്യത്തിന്റെ 38 സംവത്സരം പ്രയോജനമില്ലാതെ വിടുതലിന് വേണ്ടി കാത്തു കിടന്നൊരു നിഷ്പ്രയോജനമായ കാലങ്ങളായി മാറിയതുപോലെ, എന്നാൽ അവരോടുള്ള വാഗ്ദത്തം നിറവേറ്റുവാൻ പ്രയോജനപ്പെടുത്തുവാൻ വേണ്ടി യേശു ഇവന്റെ 38 വർഷത്തെ നിഷ്പ്രയോജനമായിരിക്കുന്ന കാലം മാറ്റുവാൻ വേണ്ടി യേശു കരുണയുടെ നിറകുടമായി അവന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. ക്ഷണത്തിൽ ആ മനുഷ്യൻ സൗഖ്യമായി കിടക്ക എടുത്തു നടന്നു. യേശുവിന്റെ വാക്കുകളുടെ ശബ്ദത്തിനായി രാത്രി സ്തോത്രം ചെയ്യാം. കാത്തിരുന്നത് ഒരു രീതിയിലുള്ള വിടുതലിന് വേണ്ടി, പാരമ്പര്യമായ വിടുതലിന് വേണ്ടി കാത്തുകിടന്നു. പക്ഷേ അത്യപൂർവമായിരിക്കുന്ന ഒരു ശബ്ദം, യേശുവിന്റെ ശബ്ദം അവൻ കേൾക്കോടെ തീർന്നു. അവനാരുമില്ല എന്നുള്ള ചിന്താഗതികൾക്ക് വിരാമം വിട്ടുകൊണ്ട് യേശുവോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. 38 വർഷം കിടന്നിരുന്ന കിടക്ക എങ്ങനെയുണ്ടെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ അതവൻ എടുത്തു. യേശു പറഞ്ഞു, ഇതുവരെ നിന്നെ ചുമന്നുകൊണ്ട് കിടക്കുകയായിരുന്ന കത്തില്, അത് നിന്റെ ഒരു വിഷയമായിരുന്നു. ഇന്ന് നിന്നെ ഞാൻ സൗഖ്യമാക്കുമ്പോൾ നീ അതിനെ എടുത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ, നീ ശോഷിച്ച് ആരോഗ്യമില്ലാതെ കിടക്കയിൽ കിടന്ന് അത് തീരും എന്നുള്ള വിചാരത്തിൽ, മുടിഞ്ഞു പോകുമെന്ന വിചാരത്തിൽ ആയിരുന്നു കിടന്നെങ്കിൽ, നിന്നെ ഞാൻ സൗഖ്യമാക്കി അതിനെ എടുത്തുകൊണ്ട് നടത്തുവാനുള്ള ആരോഗ്യം നിരമേൽ പകരുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് യേശുവോട് പറഞ്ഞു, നീ കിടക്കയെടുത്ത് നടക്ക എന്ന് കർത്താവ് പറഞ്ഞപ്പോൾ അവന്റെ കാലുകൾക്ക് ബലം ലഭിച്ചു, കരങ്ങൾക്ക് ബലം ലഭിച്ചു. അവന്റെ ആ ശരീരത്തിലുണ്ടായിരുന്ന ഏതെല്ലാം വിഷയങ്ങളായിരുന്നു അവനെ ബലഹീനമാക്കിയിരുന്നത്, അതിൽ നിന്ന് അവന് മോചനം പ്രാപിപ്പാൻ ഇടയാറ്റുന്നു. അവൻ കിടക്കയെടുത്ത് നടപ്പാൻ ഇടയാറ്റുന്നു. അതുവരെ അവനത് സാധിക്കാതിരുന്നു. അവൻ പ്രതീക്ഷിച്ചതിന് അപ്പുറമായി, അവൻ വിചാരിച്ചെന്ന് മാറ്റമായി.
യേശുവിന്റെ വാക്ക് മുഖാന്തരമായി അവരുടെ ശരീരത്തിൽ ഞരമ്പുകൾ പ്രവർത്തനക്ഷമമായി അത് എടുത്ത് നടക്കത്തക്കവണ്ണം, ആ കട്ടിലെടുത്ത് അല്ലെങ്കിൽ കിടക്ക അവൻ ഏതാണോ കിടന്നുകൊണ്ടിരുന്നത് അത് എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് നടക്കത്തക്കവണ്ണമുള്ള ആരോഗ്യം യേശു പ്രദാനം ചെയ്തപ്പോൾ 5 മണ്ഡപങ്ങളിൽ ആ രോഗികൾ, വിവിധ രോഗികളായിരിക്കുന്ന അനേകർ കാത്തു കിടക്കുമ്പോൾ അവിടെ ഒരു അത്ഭുതം നടക്കുകയാണ്. ഒരുവന്റെ 38 വർഷത്തെ അവിടുത്തെ താമസം മതിയാക്കി അവൻ വിടുതൽ ആയി. അവൻ കിടക്കെടുത്ത് വീട്ടിലേക്ക് പോകുകയാണ്. രാത്രിയിൽ പാരമ്പര്യമായി കിടക്കുന്ന, വിടുതലില്ലാതെ കിടക്കുന്ന വിഷയങ്ങളുമേ യേശുവിന്റെ ശബ്ദത്തിന്റെ ആ വചനത്തിന്റെ ശക്തി വ്യാപരിക്കുമ്പോൾ ബലഹീനമായതിനെ ശക്തിപ്പെടുത്തിക്കൊണ്ട് ദൈവമായ കർത്താവ് നമ്മെ എഴുന്നേൽപ്പിച്ച് അത്ഭുതമായി നടത്തുവാൻ യേശു ശക്തനാണ്. ഇന്ന് രാത്രിയിൽ ആരുമില്ലാത്ത അവസ്ഥയിലിരിക്കുന്ന ജീവിതമേ, അത് നമ്മളോട് കർത്താവിന്റെ ആത്മാവ് സംസാരിക്കുന്നു. കണ്ണു തോന്നുന്നവൻ നമ്മളോട് കണ്ണു തോന്നിയാൽ അത്ഭുതങ്ങൾ നടക്കുവാനിടയാട്ടരും. അതേ, അനേകർ കാണത്തക്കവണ്ണം കർത്താവ് സൗഖ്യമാക്കുന്ന, വിടുതൽ നൽകുന്ന സാക്ഷ്യം ഉയർത്തി കാണിക്കുന്ന യേശു ക്രിസ്തുവിന്റെ വചനത്തിൽ വിശ്വസിക്കാം. ദൈവമായ കർത്താവ് വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.